Hello, Makle. Hello. Yes, where they are a kind of One second. Yes. Okay. Sir. Oh, hello. TL0. X. Mr. X okay. Agent X okay. Good evening, Marcus. Good evening. Yes. About Korchigala Isle, Namale and YouTube Namal Kana. Yes. About we start Yambuane, Kanam, Namale, examine Vendi, Addi Poli Aite, Karina Davasa Mudel start Edu. Ready? Set eyes. Devus. Hi, Devu. Okay. Set. Okay. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യ ഘട്ടമായിട്ട് ഇതാ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ യെസ് ഗുഡ് ഈവനിങ് ദേവു ഗുഡ് ഈവനിങ് യെസ് ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ക്രിസ്മസ് എക്സാം പോർഷനിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട നമ്മുടെ ചാപ്റ്റർ ഓക്കെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഇന്ന് സെറ്റ് ആക്കും ഓക്കെ നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യെസ് മക്കള് യെസ് ഓൾറെഡി എന്താണ് യെസ് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ മക്കളേതാ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഇനി നിങ്ങൾക്ക് ഒരു റിവിഷൻ മാത്രമേ പാടുള്ളൂ ഇന്ന് പഠിക്കുക ഇന്ന് ഈ ലൈവിന്റെ ഒപ്പം പഠിച്ച് തീർക്കുക ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ സെറ്റ് സാർ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് ഇനി നമ്മൾ ഈ ഒരു മാസം ഒരു 30 ദിവസം 30 ഡേയ്സ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് സാർ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതേപോലെ ഫോളോ ചെയ്യുക അതേപോലെ പോവുക ഓക്കെ റെഡി സാർ ലൈവ് ഉണ്ടാവോ ഇനിയൊക്കെ ലൈവ് ഉണ്ടാവും ലൈവ് ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മക്കൾക്ക് ലൈവ് ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും റെഡി അപ്പൊ മക്കളെ ആദ്യം തന്നെ യെസ് ഒന്ന് എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ മക്കളെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് വന്ന എല്ലാവർക്കും യെസ് മക്കളെ സ്കൂളിലെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുക അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വരാൻ പറ ബിസിനസ് സ്റ്റഡീസിലെ ബിസിനസ് സർവീസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാന്ന് പറ ഓക്കെ റെഡി ഓക്കെ മക്കളെ അപ്പൊ പറയാണ് യെസ് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാടുണ്ട് പഠിക്കാൻ അപ്പം ഇനിയുള്ള ഓരോ ടൈമും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വിലപ്പെട്ടതാണ് അപ്പോൾ ഒന്നും മിസ്സാക്കാൻ പാടില്ല യെസ് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളെ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോളുക കാരണം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ തീർത്ത് യെസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ യെസ് അപ്പോൾ അതൊന്നും മിസ്സാവണ്ട നമ്മളെന്താണ് ബിസിനസ് സ്റ്റഡീസിലൊക്കെ ഇനിയും പോർഷൻസ് നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരാനുണ്ട് അപ്പോൾ അതൊന്നും മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാം 3799 പ്രൈസിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫീ ഒക്കെ റിഡക്ഷൻ വന്നിട്ടുള്ള ടൈമാണ് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം റെഡി യെസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ സെറ്റ് അല്ലേ എല്ലാവരും ഓക്കെ ഇവിടെ ഈ ഒരു ചാപ്റ്റർ അറിയുന്ന എത്ര കുട്ടികളുണ്ട് പഠിച്ച് സെറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള എത്ര കുട്ടികളുണ്ട് ഒന്ന് പറഞ്ഞേ നബീൽ ഓക്കെ നബീൽ യെസ് ഒന്ന് പറഞ്ഞേ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഓക്കെ പഠിച്ച് കഴിഞ്ഞ എത്ര കുട്ടികളുണ്ട് എന്തായാലും ഒന്നും പറയാത്ത ആരും പഠിച്ചിട്ടില്ലേ ഈ ചാപ്റ്റർ Okay, മക്കളെ one second. Yes, okay. Ready? അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബിസിനസ് സർവീസ് ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ ആരും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഓക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ വേണ്ട ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കാം ബിസിനസ് സർവീസ് ഇന്ന് കൊണ്ട് പഠിച്ചു തീർക്കുക ഓക്കെ സെറ്റ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യെസ് അപ്പോൾ മക്കളെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം ഓക്കെ യെസ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള കാര്യം യെസ് എന്താണ് സർവീസ് ഓക്കെ വാട്ട് ഈസ് സർവീസ് എന്താണ് സർവീസ് ഒന്ന് പറഞ്ഞേ മക്കളെ എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ്
ക്ലാസ്സിൽ എന്താണ് ഉണ്ടായത്? ക്ലാസ്സിൽ ഉണ്ടായതൊക്കെ നമുക്ക് പിന്നെ അന്വേഷിക്കാലോ, ടൈം കിടക്കുകയല്ലേ. പക്ഷെ നമുക്ക് പഠിക്കാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു ടൈം അല്ലേ ഉള്ളൂ. യെസ്, എങ്കിൽ ഇതൊന്ന് പഠിച്ചേ, ഇതൊന്ന് ഇപ്പൊ ഇവിടെ ഇരുന്ന് പഠിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. യെസ്, അപ്പൊ എന്താണ് മക്കളെ സർവീസ് എന്ന് പറഞ്ഞ? എന്താണ് സർവീസ് എന്ന് പറഞ്ഞ? യെസ്, സർവീസ് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് നോക്കാം. ശ്രദ്ധിച്ചോ. എ സർവീസ് ഇസ് an activity or benefit offered by one party to another that is essentially intangible and does not result in ownership of anything. അല്ലെ, നമുക്ക് എന്താ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണോ സർവീസ് എന്ന് പറഞ്ഞാൽ? അല്ല, ഒരു ഗുഡ്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യെസ് നമുക്കറിയാം അല്ലെ, അത് നമ്മുടെ ഓണർഷിപ്പിൽ നമുക്ക് എന്താക്കാം, യെസ് വെക്കാൻ പറ്റും അല്ലെ. പക്ഷെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ ഒരു ഓണർഷിപ്പിലുള്ള കാര്യമാണോ? അല്ല. അതെ, എന്താണ്? ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ അല്ലെ, ഇൻടാഞ്ചിബിൾ ഫാക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്. യെസ്, നമ്മളെ സർവീസ് എന്ന് പറയുന്നത് അത് ഓഫർ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെ, മറ്റൊരു വ്യക്തിക്ക് യെസ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലെ, ഓഫർ ചെയ്യാനേ നമുക്കത് പറ്റുന്നുള്ളൂ. ഓക്കെ അല്ലെ. ദ സർവീസ് ആർ പ്രൊവൈഡഡ് ടു മീറ്റ് കസ്റ്റമേഴ്സ് നീഡ്സ് ഓർ ഫുൾഫിൽ ഡിമാൻഡ്സ് അല്ലെ, മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് യെസ് എന്താണ് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് സർവീസ് എന്ന് പറഞ്ഞ. ഓക്കെ അല്ലേ. യെസ്, അപ്പൊ എന്തൊക്കെ സർവീസുകൾ ഉണ്ട്? ബാങ്കിങ് ഒരു സർവീസാണ്, ടീച്ചിങ് ഒരു സർവീസാണ്, ട്രാൻസ്പോർട്ടേഷൻ ഒരു സർവീസാണ് അല്ലെ, ഹെൽത്ത് കെയർ എന്താ സർവീസാണ്, മൊബൈൽ സർവീസ് എന്താണ്, മൊബൈൽ നെറ്റ്വർക്ക് സർവീസുകൾ എന്ന് കേട്ടില്ലേ, അതൊക്കെ എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സെറ്റ്. ഇതൊക്കെ എന്താണ്? അപ്പൊ സർവീസുകൾക്ക് എക്സാമ്പിൾ. അപ്പൊ ആദ്യം തന്നെ ഓർത്ത് വെച്ചോളെ എന്താണ് സർവീസ്. ഈ ഒരു ടേം ഒന്നും ഈ ഒരു പോയിന്റുകളൊന്നും മറന്നു പോകാൻ പാടില്ല. ഈ പോയിന്റ്സുകളൊന്നും വിട്ടുപോകാൻ പാടില്ല. ഓക്കെ, എന്താണ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റം നമുക്ക് എന്താ ഓൺ ചെയ്ത് വെക്കാൻ കഴിയാത്തതാണ്. ഓക്കെ, മറ്റൊരാളുടെ നീഡ്സ് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇത്. യെസ്, ഓക്കെ, എന്താണ് ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റം ആണെന്നത് സർവീസ് എന്ന് പറഞ്ഞ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. യെസ്, സ്കൂളിൽ കലോത്സവവും കാര്യങ്ങളൊക്കെയാണ്. യെസ്, മക്കളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. യെസ്, പക്ഷേ നിങ്ങൾക്ക് നൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൈമൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കും. റെഡി, ആ ടൈമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വേണം, അതൊക്കെ സെറ്റാക്കണം. കലോത്സവവും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കണം, സെറ്റാക്കണം. ഓക്കെ, യെസ്. അപ്പോൾ സ്കൂൾ ലൈഫിന്റെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കണം, സെറ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ യെസ് പഠിക്കേണ്ട ടൈം യെസ് അതിന് യൂസ് ചെയ്യുക. നൈറ്റ് മാത്രമല്ലേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഓക്കെ, കലോത്സവവും കാര്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ നാളെയല്ലേ അല്ലേ. യെസ്, അപ്പോൾ അത് നാളെ ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, ടൈം നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയാനില്ല. കലോത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിക്കാം എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. കിട്ടുന്ന സമയത്തൊക്കെ യെസ് പഠിക്കാനുള്ള ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്തോളുക. കാരണം അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സെറ്റ് ആൾറെഡി. യെസ്, അപ്പൊ സർവീസ് എന്താന്നുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ മകൾ ആദ്യം തന്നെ ഓർത്ത് വെക്കേണ്ട ഐറ്റമാണ്. ആദ്യം തന്നെ ഓർത്ത് വെക്കുക. റെഡി? യെസ്, ഓക്കെ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐറ്റം മക്കളെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു ഐറ്റമാണ്. എന്താണ്? നാച്ചർ. ഓക്കെ, സർവീസിന്റെ നാച്ചർ. ഓക്കെ, എന്താണ് സർവീസിന്റെ നാച്ചർ? ഓക്കെ, അതിന്റെ ആ ഒരു സ്വഭാവം എന്തൊക്കെയാണ് സർവീസിന്റെ സ്വഭാവം? സർവീസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കേണ്ടത് സർവീസിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സുകൾ പഠിക്കാണ്ട്. ഇങ്ങനെ വെറുതെ വലിച്ചു വാരിതേ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇതേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് ഇതൊന്നും നോക്കണ്ട, സിമ്പിളായി സാർ പഠിപ്പിച്ചുതരാം. സിമ്പിളായിട്ട് പഠിപ്പിച്ചുതരാം. എന്തൊക്കെയാണ് നമ്മളെ നാച്ചർ? ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ സർവീസിന്റെ സ്വഭാവം? സർവീസിന്റെ സ്വഭാവം എങ്ങനത്തെ സ്വഭാവം എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്നൊക്കെ എളുപ്പം സെറ്റ് ആയി തരാം. നോക്കിക്കോ. യെസ്, ഈ ഒരു 5 നാച്ചറാണ്, ഈ ഒരു 5 സ്വഭാവമാണ് നമ്മുടെ സർവീസിനുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു സ്വഭാവം? ഒന്നാമത്തെ സ്വഭാവം യെസ് ഇൻടാഞ്ചിബിലിറ്റി. ഓക്കെ, ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്ന സ്വഭാവമാണ്. മൂപ്പര് അങ്ങനെ കാണാനൊന്നും പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻകൺസിസ്റ്റൻസി. മൂപ്പര് എന്താ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഓക്കെ,
റെഡി. ദെൻ അടുത്തെന്താണ് ഇൻസെപ്പറബിലിറ്റി. മൂപ്പരെ എങ്ങനെ സെപ്പറേറ്റ് ആക്കി നിർത്താൻ പറ്റില്ല എന്തുമായിട്ട് നമുക്ക് പഠിക്കണം. ദെൻ അടുത്തെന്താ ഇൻവെന്ററി. മൂപ്പർ എന്താണ് ഒരു നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റം ആണോ? അതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. എന്താണ് ഇൻവോൾവ്മെന്റ്. ഓക്കെ നമ്മുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചും നമുക്ക് എന്താ നോക്കാണ്ട്. ഇതൊക്കെ മൂപ്പർ എന്താണ് സ്വഭാവമാണ്. ആരുടെ? സർവീസിന്റെ സ്വഭാവമാണ്. അപ്പൊ ഓർത്ത് വെച്ചോളുക. ഈ ഒരു കോഡും ഒന്ന് മനസ്സിൽ വെച്ചോളുക. ഇൻ ഇതിലൊക്കെ കോമൺ ആണ്. ഈ എല്ലാ ടേമിലും ഇൻ കോമൺ ആണ്. സോ ഇന്നിനെടുത്ത് നമ്മൾ പുറത്തിടുക. ദെൻ ടാക്കോ സേ വേവോ ഓർത്തിട്ടുള്ള ഇൻടാക്കോ സേ വേവോ. ഓക്കെ ഇൻടാക്കോ സേ വേവോ, ഇൻടാക്കോ സേ വേവോ എന്താണ്? സർവീസിന്റെ നാച്ചർ ആണ്. ഓക്കെ ഇൻ ടാഞ്ചിബിലിറ്റി, ഇൻ കൺസിസ്റ്റൻസി, ഇൻ സെപ്പറബിലിറ്റി, ഇൻവെന്ററി, ദെൻ ഇൻവോൾവ്മെന്റ്. ഓക്കെ ഇൻ ടാക്കോ സേ വേവോ. ഓക്കെ അങ്ങോട്ട് ഓർത്ത് വെച്ചോളാം. റെഡി. അപ്പൊ അതാ ഓരോന്നും എന്താന്ന് നമുക്ക് നോക്കണം. ഒന്നാമത്തത് ഇൻടാഞ്ചിബിലിറ്റി ആണ്. ആ ടൈം തന്നെ ഉണ്ടല്ലോ നമ്മൾ സർവീസ് എന്താന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ. എന്താ ഒരു ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഏത്? സർവീസ് എന്ന് പറഞ്ഞ. റെഡി. കാണാൻ നമുക്ക് പറ്റുന്നതല്ല അല്ലെ, കാണാൻ പറ്റുന്ന കാര്യമല്ല എന്തെന്ന് സർവീസ് എന്ന് പറഞ്ഞ. ഒരു ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് നമുക്ക് കാണാൻ പറ്റും. റെഡി. പക്ഷെ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അത് അനുഭവിച്ചറിയാനല്ലേ പറ്റുള്ളൂ അല്ലെ. സർവീസ് കനോട്ട് ബി ടച്ച്ഡ് ഓർ സീൻ, ഓൺലി എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ, അതിന്റെ ആ ഒരു എഫക്റ്റ്. ഓക്കെ ഫോർ എക്സാമ്പിൾ എ ഡോക്ടർ ട്രീറ്റ്മെന്റ് കാൻ ബി ഫെൽറ്റ് ലൈക്ക് എ പ്രൊഡക്റ്റ്. സോ ദ ക്വാളിറ്റി ഈസ് ജഡ്ജ്ഡ് ആഫ്റ്റർ യൂസ് ആൻഡ് the provide must ensure a good experience for the customer. ആണല്ലോ. അത് നമുക്ക് കിട്ടിയ ശേഷം നമുക്ക് എന്താണ് അതിനെ ജഡ്ജ് ചെയ്യാൻ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അത് ജഡ്ജ് ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലെ. റെഡി. അല്ലാതെ അത് നമുക്ക് എന്താണ് ടച്ച് ചെയ്യാനോ കാണാനോ തൊടാനോ ഒക്കെ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ ഐറ്റം അല്ല എന്തെന്ന് സർവീസ്. ഒന്നാമത്തെ പോയിന്റ്. റെഡി അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് എന്താ? നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചോ. എന്താ നെക്സ്റ്റ് പോയിന്റ്? ഇൻകൺസിസ്റ്റൻസി ആണ്. ഓക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഐറ്റം അല്ല ആര് സർവീസ് എന്ന് പറഞ്ഞ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചോ. സർവീസ് ആർ നോട്ട് ഓൾവേസ് ദ സെയിം ബിക്കോസ് ദേ ഡിപ്പെൻഡ് ഓൺ ഈച്ച് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ. ആണല്ലോ. പലരുടെയും എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ പലരുടെയും നീഡ്സ് ആൻഡ് വാണ്ട്സ് അത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. പലർക്കും ആവശ്യം പല കാര്യങ്ങളായിരിക്കും അല്ലെ. എനിക്കിപ്പോൾ എന്താണ് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് ഒരു ഡോക്ടറെ അടുത്ത് നിന്നും. പക്ഷെ എനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല അല്ലെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി വരിക അല്ലെ. അത് അസുഖങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ട്രീറ്റ്മെന്റ് അല്ലെ. അതുപോലെയാണ് എന്തെന്ന് ഓരോ സർവീസും. ഞാനിപ്പോൾ ഒരു ടാക്സി വിളിച്ചു. എനിക്ക് പോകേണ്ടത് കോഴിക്കോട് ടൗണിലേക്കാണ്. ഓക്കെ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ 10-15 മിനിറ്റ് ഉണ്ട്. ഓക്കെ പക്ഷെ മറ്റൊരു വ്യക്തി ഇപ്പൊ രേണു മിസ് ആണെങ്കിൽ രേണു മിസ് വണ്ടി വിളിച്ചു. രേണു മിസ്സിന് ഇപ്പം കൊച്ചിക്കോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് എങ്ങാൻ പോകണം. അപ്പൊ അവിടെ സർവീസുകൾ മാറി അല്ലെ. അത് എന്തിനനുസരിച്ച് മാറുന്നു? നമ്മുടെ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ വാണ്ട്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റന്റ് അല്ലെ. കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഐറ്റം അല്ല. റെഡി അല്ലേ? സെറ്റ്. ഓക്കെ സിൻസ് there is no fixed product, service must be changed each time to suit the customer. കസ്റ്റമറിന് സ്യൂട്ട് ആവുന്നതിനനുസരിച്ച് അല്ലെ ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നു. സോ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകൺസിസ്റ്റൻസി ആണ്. ഓക്കെ അതിന്റെ സെക്കൻഡ് സ്വഭാവമാണ്. റെഡി. ദെൻ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ സ്വഭാവം നോക്കിയ സർവീസിന്റെ മൂന്നാമത്തെ സ്വഭാവം. ഓക്കെ മൂന്നാമത്തെ സ്വഭാവം എന്താണ്? ഇൻസെപ്പറബിലിറ്റി. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ വേറെ അല്ല. ഓക്കെ വേറെ അല്ല ആര്? ശ്രദ്ധിച്ചോ. സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം ടൈം. ഇതാണ് ആ പോയിന്റ്. ഓക്കെ സർവീസുകൾ ഉണ്ടാവുന്നതും അത് കൺസ്യൂം ചെയ്യപ്പെടുന്നത് എന്താണ്? ഒരേ സമയത്താണ്. ഓക്കെ ഒരേ സമയത്താണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈവൻ വിത്ത് ടെക്നോളജി ലൈക്ക് ATM റീപ്ലേസിംഗ് പീപ്പിൾ കസ്റ്റമർ ഇന്ററാക്ഷൻ ഈസ് സ്റ്റിൽ ഇമ്പോർട്ടന്റ്. പക്ഷെ ഉണ്ടല്ലോ അവിടെ ഇപ്പം സർവീസ് കൊടുക്കുന്ന ആള് എന്നുള്ള ടെക്നോളജിക്ക് അനുസരിച്ച് മാറി. ഓക്കെ ATM ഒക്കെ വന്നു. പക്ഷെ ATM നമുക്ക് പൈസ തരുന്നു. ആ ഒരു സർവീസ് അല്ലെ ആ ഒരു മെഷീൻ തരുന്ന ആ ഒരു സർവീസ് വാങ്ങാനും ആ ഒരു ടൈമിൽ തന്നെ അവിടെ ആര് വേണം? ഒരു കസ്റ്റമർ ഉണ്ടാവണം. വേണ്ടേ? സോ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നു. സോ ഒരു സർവീസ് ഉണ്ടാവുന്നിടത്ത് തന്നെ ഒരു കസ്റ്റമറും ഉണ്ടാകുന്നു. സോ കസ്റ്റമറും ആ ഒരു സർവീസും സെപ്പറേറ്റ് അല്ല. ഓക്കെ അതാണ് ആ പോയിന്റ്.
ഓക്കെ, ഒരു എന്താണ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് തന്നെ എന്താണ് ആ സർവീസ് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ എന്താ സാറിപ്പോൾ ഒരു ടാക്സി വിളിച്ചു എന്ന് പറഞ്ഞു റെഡി. അപ്പോൾ ആ ടാക്സിക്കാരൻ എനിക്ക് ആ സർവീസ് തരുമ്പോൾ ടാക്സി സർവീസ് തരുന്ന സമയത്ത് യെസ് ഞാൻ എന്ന കൺസ്യൂമർ അവിടെ ഉണ്ട്, ഞാനത് വാങ്ങുകയാണ്. സോ എന്താണ് ഒരു സർവീസ് ഉണ്ടാകുന്നതും അത് കൺസ്യൂം ചെയ്യപ്പെടുന്നതും ഒരേ സമയത്താണ്. സോ അവിടെ എന്തില്ല, സെപ്പറബിലിറ്റി ഇല്ല. കസ്റ്റമറും അല്ലെങ്കിൽ കൺസ്യൂമറും സർവീസും തമ്മിൽ സെപ്പറേറ്റ് അല്ല. ഒരു പ്രൊഡക്റ്റിന്റെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം അല്ലെ, പിന്നെ എപ്പോഴെങ്കിലും വിറ്റാൽ മതി. ഓക്കെ, അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അത് സെയിൽ ചെയ്യുന്നതും രണ്ട് ടൈമിലായിരിക്കും അല്ലെ, അവിടെ സെപ്പറേറ്റ് ആണ്. യെസ്, അതാണ് ഈ പോയിന്റ് ഓർത്ത് വെച്ചോളുക. ഇതിനടുത്ത് എന്താണ്, ഇൻവെന്ററി ആണ്. ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി നമ്മൾ പഠിച്ചാണല്ലോ, ആ ടേം അറിയാലോ. ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി എന്ന് പറഞ്ഞ ടേം യെസ് എന്താണ്? ഇൻവെന്ററി. ഇൻവെന്ററി അറിയാലോ, സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, സ്റ്റോക്കാണ്. നമുക്ക് എന്ത് നമ്മുടെ സർവീസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ മക്കളെ? മക്കളൊന്ന് പറഞ്ഞേ, സർവീസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? സർവീസ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. യെസ്, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നല്ല. നമുക്ക് വെയർ ഹൗസിലോ അല്ലെങ്കിൽ അലമാരിയിലൊക്കെ പൂട്ടി വെക്കാൻ പറ്റുന്ന ഐറ്റം ആണോ? അല്ല, അല്ല അല്ലെ. സർവീസ് cannot be stored for future use because they have no physical form. They must be provided when the customer need them. Unlike goods, service are perishable and can be saved for later. ആണല്ലോ, ഭാവിയിലേക്ക് നമുക്ക് എന്താക്കി വെക്കാൻ പറ്റുന്ന ആ ഗുഡ് ഈവനിങ് ജി. ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. റെഡി. അപ്പൊ എന്തല്ല ഭാവിയിലേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഐറ്റം ആണോ സർവീസ് എന്ന് പറഞ്ഞാൽ? അല്ല അല്ലെ. ഒരു വ്യക്തിയൊക്കെ സംബന്ധിച്ച് നമ്മളെന്താണ്, വയസ്സായി പോയാൽ നമുക്കത് കൊടുക്കാൻ പറ്റണമെന്നില്ല അല്ലെ. നമുക്ക് എന്തെങ്കിലും സർവീസ് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു വർക്ക്, ഇപ്പോൾ ഡ്രൈവറൊക്കെയാണ്, ഡ്രൈവർ എന്തായി വയസ്സായി, അപ്പൊ ചിലപ്പോൾ എന്താണ് അയാൾക്ക് ആ ഒരു സർവീസ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല അല്ലെ. സോ നമുക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഐറ്റം അല്ല. ഓക്കെ, എന്താണ് സാറേ അൻഷിദ് എന്ത് നെയിം? അർഷിദ്, സോറി അൻഷിദ് എന്നാണോ നെയിം? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ അൻഷിദ്, ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. റെഡി, റെഡി റെഡി റെഡി. ഓക്കെ 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 ഓക്കെ, സെറ്റ്. അപ്പൊ അതാ ഇൻവെന്ററി. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് എന്താണ്? ഇൻവോൾവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടേം തന്നെയാണ്. ശ്രദ്ധിച്ചോ, one of the most important characteristics of service is the participation of the customer in the service delivery process. A customer has the opportunity to get the service modified according to specific requirement എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു അല്ലെ? എന്താണ് യെസ്, എന്താണ് സെപ്പറേറ്റ് ആക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സെപ്പറേറ്റ് അല്ല, ആര്? കൺസ്യൂമറും അതേപോലെ തന്നെ യെസ് ഏതും നമ്മുടെ സർവീസും. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ എന്ത് വരുന്നു? അവിടെ എന്ത് വരുന്നു? യെസ്, ആ ഒരു കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റും അവിടെയുണ്ട്. ഓക്കെ, കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റും അവിടെയുണ്ട്. ഓക്കെ, സോ എന്താണ് ദ ഇൻവോൾവ്മെന്റ്? ഓക്കെ, ദ ഇൻവോൾവ്മെന്റ് ഓഫ് കസ്റ്റമർ. ഓക്കെ, കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റ് എപ്പോഴെന്താണ് സർവീസിന്റെ കൂടെ ഉണ്ടാകും. സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? റെഡി. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തെന്ന് മക്കളെ നമുക്ക് യെസ് ബിസിനസിന്റെ എന്ത് നാച്ചുറൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഈ ഒരു 5 പോയിന്റുകൾ മക്കൾ ഓർത്ത് വെച്ചോളാം ഓരോന്നും. ഓക്കെ, ഓരോന്നും റെഡി. ഓക്കെ, സെറ്റ്. അപ്പോൾ അതാ ആദ്യം പഠിക്കേണ്ടത് എന്താണ് സർവീസ്, ദെൻ ആ സർവീസിന്റെ നാച്ചുറൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. യെസ്, ഒരാൾ പറയുന്നു ഇംഗ്ലീഷ് വേണം, മറ്റാൾ പറയുന്നു മലയാളം വേണം, ഒരാൾ പറയുന്നു ഇംഗ്ലീഷ് വേണം, മറ്റാൾ വേണം മലയാളം പറയണം. ഓക്കെ, യെസ് മക്കളെ, ഇംഗ്ലീഷ് നോട്ട്സും കാര്യങ്ങളാണ്. അത് സാറൊന്നും മലയാളത്തിൽ പറയുന്നു, രണ്ടും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഓക്കെ സെറ്റ്, റെഡി. യെസ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള കാര്യമാണ് സർവീസിന്റെ ടൈപ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് സർവീസസ്. ഏതൊക്കെയാണ് സർവീസിന്റെ ടൈപ്സ് എന്നുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. യെസ്, 1 സെക്കൻഡ്. അതാ ബിസിനസ് സർവീസ് ഉണ്ട്, സോഷ്യൽ സർവീസ് ഉണ്ട്,
പേഴ്സണൽ സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സർവീസുകളെ നമ്മൾ 3 സർവീസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3. ഏതൊക്കെയാ? ഒന്ന് ബിസിനസ് സർവീസുകളാണ്, ദെൻ സോഷ്യൽ സർവീസ് ആണ്, ദെൻ പേഴ്സണൽ സർവീസ് ആണ്. ഓക്കെ, വെറുതെ വലിച്ചു വാരി കൊടുത്തൊന്നും മക്കൾ ടെക്സ്റ്റ് നോക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് തരാം. നമുക്ക് 3 ടൈപ്സുകളാണ് പഠിക്കാനുള്ളത്: ബിസിനസ് സർവീസ്, സോഷ്യൽ സർവീസ് ആൻഡ് പേഴ്സണൽ സർവീസ്. അപ്പോൾ ഒന്നാമത്തെ തന്നെ പഠിച്ചു വെച്ചോ, എന്താണ് ബിസിനസ് സർവീസ്? വാട്ട് ഈസ് ബിസിനസ് സർവീസ്? നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ എന്താണ് ബിസിനസ് സർവീസ് എന്നുള്ളത്. എന്താ ബിസിനസ് സർവീസ്? ബിസിനസ് സർവീസ് ആർ ദോസ് സർവീസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ബിസിനസ് എന്റർപ്രൈസ്. ഓക്കെ, ബിസിനസ് എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിസിനസ്, ഓക്കെ, അവര് യൂസ് ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ, ഓക്കെ, കണ്ടക്റ്റഡ് ഓഫ് ദെയർ ആക്ടിവിറ്റി. റെഡി? അവരുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള സർവീസുകൾ എന്ത് പറയാം? ബിസിനസ് സർവീസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ നമുക്ക് പറയാം? ബാങ്കിങ് പറയാം, ഇൻഷുറൻസ് പറയാം, ട്രാൻസ്പോർട്ടേഷൻ പറയാം, വെയർ ഹൗസിംഗ് പറയാം, അല്ലെ, കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ പറയാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ബിസിനസ് സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. റെഡി? അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് സോഷ്യൽ സർവീസ്? എന്താണ് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ? എന്താണ് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞേ, എന്താ സോഷ്യൽ സർവീസ്? സോഷ്യൽ സർവീസ് എന്താണ്? സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിയ, ഒന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കിയ, എന്താണ്? ആർക്ക് വേണ്ടിയുള്ള സർവീസുകളായിരിക്കും? ദി സർവീസ് ഫോർ സൊസൈറ്റി, അല്ലെ, സൊസൈറ്റിക്ക് വേണ്ടിയുള്ള സർവീസുകളാണ്. സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകളെ നമ്മൾ എന്ത് പറയാ? സോഷ്യൽ സർവീസുകൾ എന്ന് പറയാം. ഓക്കെ, സോഷ്യൽ സർവീസ് ആർ ഓഫേർഡ് വളണ്ടറിലി ടു അച്ചീവ് സോഷ്യൽ ഗോൾസ് ലൈക്ക് ഇംപ്രൂവിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ഫോർ ദ നീഡി. അല്ലെ, സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനും അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ KSRTC ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, യെസ്, എന്താണ് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, ആശുപത്രികൾ, ഹോസ്പിറ്റൽസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റെഡി? നമ്മുടെ സോഷ്യൽ സർവീസുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെ, ഇറ്റ്സ് ഓൺ ദി സൊസൈറ്റീസ് പോയിന്റ് ഓഫ് വ്യൂ, അല്ലെ, അവർക്ക് ആവശ്യമുള്ള അവരുടെ ഗോൾ, ഓക്കെ, സോഷ്യൽ ഗോൾസ്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സർവീസുകളാണ് നമ്മുടെ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി? ദെൻ ലാസ്റ്റ് ഉണ്ട് പേഴ്സണൽ സർവീസുകൾ. എന്താണ് പേഴ്സണൽ സർവീസുകൾ? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും പേഴ്സണൽ സർവീസുകൾ? ഇവിടെ എന്താണ്? ഇവിടെ നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വ്യക്തി എന്ന നിലയിലാണ്, അല്ലെ, പേഴ്സണൽ. ഓക്കെ, പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ. ഓക്കെ, ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാ? പേഴ്സണൽ സർവീസ് ആർ ദോസ് സർവീസ് വിച്ച് ആർ എക്സ്പീരിയൻസ്ഡ് ഡിഫറently ബൈ ഡിഫറെന്റ് കസ്റ്റമർ ആണല്ലോ. ഓരോ വ്യക്തിക്ക് അനുസരിച്ച് എന്താണ് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ദീസ് ആർ cannot be consistent in nature. They will differ depending upon the service provider. അതും എന്താണ്? മാറിക്കൊണ്ടിരിക്കും. ആവശ്യമുള്ള ആളുകൾക്ക് അനുസരിച്ച്, പിന്നെ അത് നൽകുന്ന ആളുകൾക്ക് അനുസരിച്ചൊക്കെ എന്താണ്? മാറിക്കൊണ്ടിരിക്കും. ഏത്? പേഴ്സണൽ സർവീസുകൾ എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് ആവശ്യമുള്ളതായിരിക്കില്ല എന്താണ് മറ്റൊരു വ്യക്തിക്ക് ആവശ്യം ഉണ്ടാവുക. റെഡി? യെസ്, അപ്പോൾ ബാർബർ ഷോപ്പ് ആയാലും അല്ലെങ്കിൽ എന്താണ് ഒരു റെസ്റ്റോറൻറ്റോ ടൂറിസം പരിപാടിയാണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്പോൾ ഒരു ജിമ്മ് പോകുന്നു, എന്താണ്? ഒരു പേഴ്സണൽ സർവീസ് ആണ്, അല്ലെ? ചിലപ്പോൾ ജിമ്മ് പോവാത്തവർക്ക് ആ ഒരു സർവീസ് വേണോ? വേണ്ട, അല്ലെ? അപ്പൊ എന്താണ്? അത് ആളുകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് 3 ഏത് നമുക്ക് സർവീസിന്റെ ടൈപ്സിൽ മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാറുള്ള ടൈപ്സ് ഓഫ് സർവീസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ബിസിനസ് സർവീസ്, പേഴ്സണൽ സർവീസ്, സോഷ്യൽ സർവീസ്. ഓക്കെ, ഇത് 3 സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളാം. നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ അതുപോലെ വലിച്ചു വാരി വെറുതെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടാണ് സാർ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യെസ് മക്കൾ, ഇത് പഠിച്ചു വെക്കുക, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ നമുക്ക് ഇനി പോകാനുള്ളത് എന്തിലേക്കാണ്? ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാത്രമാണ്? നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബിസിനസ് സർവീസുകൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ ബിസിനസ് സർവീസ് നമ്മൾ പറഞ്ഞു, സോഷ്യൽ സർവീസ് പറഞ്ഞു, പേഴ്സണൽ സർവീസും പറഞ്ഞു. ഓക്കെ, അപ്പൊ 3 സർവീസുകളുണ്ട്. ഈ 3 സർവീസുകളെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, നമ്മൾ ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഏതാണ്? ബിസിനസ് സർവീസ് ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ബിസിനസ് സർവീസ് ആണ്. റെഡി? അപ്പോൾ നമ്മൾ ബിസിനസ് സർവീസിലേക്ക് പോവുകയാണ്. ഏതൊക്കെയാണ് ബിസിനസ് സർവീസ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് ബിസിനസ് സർവീസസ്.
ഓക്കെ, അപ്പൊ ഈ ഓരോ നമ്മളിതാ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഓരോ സർവീസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ള. ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാണ്ട്, ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാണ്ട്, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പഠിക്കാണ്ട്, വെയർ ഹൗസിങ്ങിനെ കുറിച്ച് പഠിക്കാണ്ട്, ദെൻ കമ്മ്യൂണിക്കേഷൻ സർവീസുകളെ കുറിച്ച് പഠിക്കാണ്ട്. സോ അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഇത് ഓരോന്നിനെ കുറിച്ചും നമ്മൾ പഠിച്ചതിനനുസരിച്ച് ഈ ചാപ്റ്റർ കുറഞ്ഞു വരും. ഓക്കെ, യെസ്. അപ്പോൾ ഓരോന്നിലേക്ക് നമ്മൾ പോവുകയാണ്, ബിസിനസ് സർവീസുകളിലേക്ക് നമ്മൾ പോവുകയാണ്. റെഡി? യെസ് മക്കളെ, ആരൊക്കെയോ അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുന്നുണ്ട്. യെസ്, നിങ്ങൾ പഠിക്കാൻ തന്നെയല്ലേ വന്നിട്ടുള്ളത്? അല്ലേ? പഠിക്കാൻ തന്നെയല്ലേ വന്നിട്ടുള്ളത്? കഥ പറയാനാണോ വന്നിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ കഥയൊക്കെ പറഞ്ഞോ, അതിൻ്റെ ഇടയിൽ കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ, അതൊക്കെ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. താങ്കൾക്ക് തുടങ്ങിയോ? കയറി വരൂ. മിസ്സിനസ് ചോദിച്ച ആരോ ഉണ്ടായിരുന്നു നേരത്തെ വീഡിയോ. യെസ്, അതെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. മിസ് ഒന്നുകൂടെ ആർക്കും കൂടെ വരുമോ? ഞാൻ വേണേ BGM ഇട്ടില്ല. വീണ്ടും വരാർ വേണ്ട ഓക്കെ. ആ ഒരു മനസ്സ്, അതെ. യെസ്, മിസ്സിന്റെ ഫാന് വന്നിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ ഓക്കെ, ഒന്നും ചെയ്യാല്ല, ശരിയല്ല. ഓക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ്. അതെ, വലിയ ചാപ്റ്റർ ആണ്. ഞാനൊക്കെ തല കിളിയൊക്കെ പോയിരുന്നു. ക്ലാസ്സാണ്, അപ്പൊ അതുകൊണ്ട് വൃത്തിക്ക് പഠിച്ചോ, നിങ്ങൾക്ക് ഡിഗ്രിക്ക് കാണാനുള്ളതാ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. സെറ്റ് ഒക്കെ അല്ലേ? ശരി, അപ്പൊ ബൈ, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. See you. ഓക്കെ, ചെല്ലങ്ങട് ആൾറെഡി. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, നമ്മൾ ബിസിനസ് സർവീസിലേക്ക് പോവാണ്. ഓരോ സർവീസുകളെ കുറിച്ചും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സെറ്റ് അല്ലേ? പോവല്ലേന്നോ? അത് ശരി. അപ്പൊ മിസ്സിന്റെ ലൈവ് വേറെ വന്നെടുക്കുവോ? എന്താണടാ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഓക്കെ, അപ്പൊ നമ്മൾ ബിസിനസ് സർവീസുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ബാങ്കിങ്ങിനെയാണ്. മക്കളെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റാണ്. ഓക്കെ സാർ, ഈ ബാങ്കിങ് എസ്സേ വരും എന്ന് പറഞ്ഞു. ഷുവർ അല്ലേ? ചോദിക്കാറുണ്ടോ? ഈ ബാങ്കിങ് വന്നിരിക്കും. ഈ ബാങ്കിങ് എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞൂടെ? എഴുതി സെറ്റാക്കി കൂടെ? ഈ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മക്കളെ, നമ്മളിപ്പം പോകുന്നത് ഒരു ഡിജിറ്റൽ വേൾഡിലൂടെയാണ്. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് യെസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റിയ മക്കളെ. ഓക്കെ, മിസ്സിന്റെ നെയിം എന്താണോ? മിസ്സിന്റെ നെയിം രേണുക. ഓക്കെ, നമ്മുടെ സ്വന്തം രേണു മിസ്. റെഡി? അപ്പൊ ബിസിനസ് സർവീസുകൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, നിങ്ങൾ ടെക്സ്റ്റ് മറച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ബാങ്കിങ് ആയിരിക്കും. ഓക്കെ, ബാങ്കിങ് ആയിരിക്കും. ബാങ്കിങ്ങിൽ വെറുതെ അറഞ്ചം പുറഞ്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ ഫംഗ്ഷൻസ് വെറുതെ ഇങ്ങനെ ചറവറ കൊടുത്തിട്ട് നിങ്ങൾ കാണാം. ഇതൊക്കെ സിമ്പിളായിട്ട് തരാം, സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരാം. അവിടെ ശ്രദ്ധിച്ചോ. ഒന്നാമത് നമുക്ക് പഠിക്കണം ബാങ്കിങ്. എന്താണ് ബാങ്കിങ്? ഓക്കെ, എന്താണ് ബാങ്കിങ്? എന്താണ് ബാങ്ക്? ഒന്ന് പറഞ്ഞേ, എന്താണ് ബാങ്ക്? ബാങ്ക് എന്താണ് എന്നൊരൊറ്റ ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ഒരു 2 വരിയിൽ എന്താണ് എഴുതാൻ പറ്റുന്ന കുട്ടികളാണോ നിങ്ങൾ? യെസ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് പഠിക്കേണ്ടെന്ന് സാറ് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ബാങ്കിങ് അല്ലെങ്കിൽ എന്താണ് ബാങ്ക്? എന്താ ബാങ്ക് എന്ന് പറഞ്ഞാ ബാങ്ക് നിങ്ങളോട് ചോദിച്ചാൽ സാറ് ഇങ്ങനെ നിൽക്കുകയുള്ളൂ, നിങ്ങളൊന്നും പറയൂല. ഓക്കെ, ഒരു 2-3 മണിക്കൂർ സാർ ഇങ്ങനെ നിന്നാലും നിങ്ങളൊന്നും പറയും തോന്നില്ല. സോ സാർ തന്നെ പറയാം. ഓക്കെ, എന്താണ് ബാങ്കിങ് കമ്പനി ഇൻ ഇന്ത്യ ആക്സെപ്റ്റ് മണി ഫ്രം ദ പബ്ലിക്. ഓക്കെ, ആസ് ഡെപ്പോസിറ്റ് വിച്ച് ക്യാൻ ബി വിത്ഡ്രോൺ ഓൺ ഡിമാൻഡ് ആൻഡ് ലെൻഡ് ഇറ്റ് ടു ഏൺ പ്രോഫിറ്റ്. അല്ലെ, ഒരു ബാങ്ക് എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? അറിയാലോ. ബാങ്ക് എന്തെന്നാ? നമ്മുടെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ആ ഡെപ്പോസിറ്റ് ഫണ്ട് അവരെന്ത് ചെയ്യുന്നു? യെസ്, പലർക്കും കടങ്ങളൊക്കെ കൊടുക്കുന്നു, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെ നമുക്കറിയാലോ. ഒരു ബാങ്കിനെ കുറിച്ച് ചോദിച്ചാൽ അതല്ലേ നമുക്ക് ആദ്യം അറിയാം, അല്ലെങ്കിൽ അതല്ലേ നമ്മൾ ആദ്യം പറയാ. യെസ്, അപ്പോൾ അത് തന്നെയാണ് എന്ത് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. പബ്ലിക്കിൽ നിന്ന് എന്താണ് ക്യാഷുകൾ ഡെപ്പോസിറ്റായി സ്വീകരിക്കുകയും പബ്ലിക്കിന് തന്നെ ആവശ്യമുള്ള ആളുകൾക്ക് എന്താണ് ലോണുകളായിട്ട് ലെൻഡിങ് കൊടുക്കുക, ഐ മീൻ കടം കൊടുക്കുക. യെസ്, അതാണ് എന്തെന്ന് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ,
ബാങ്ക്സ് ബൂസ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റി ബൈ മൊബിലൈസിംഗ് സേവിങ്സ്, ഫണ്ടിങ് ബിസിനസ് ആൻഡ് ഓഫറിംഗ് ഫിനാൻഷ്യൽ സർവീസസ്. അല്ലെ, പലതരത്തിലുള്ള സോഷ്യൽ സർവീസുകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ഓഫർ ചെയ്യുന്നു, നമ്മുടെ ബാങ്കിങ് ചെയ്യുന്നുണ്ട്. അല്ലെ, എന്തൊക്കെ സേവിങ്സ്, ദെൻ ഫണ്ടിങ്, ബിസിനസിന് വേണ്ടിയുള്ള ഫണ്ടിങ്, ദെൻ അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്. ഒരുപാട് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ ആര് തരുന്നതാണ്, നമ്മൾക്ക് ബാങ്കിങ് തരാറുണ്ട്. അല്ലെ, അപ്പോൾ ഇങ്ങനെ എന്താണ് അവർ ഫിനാൻഷ്യൽ സർവീസുകൾ തരുന്നതിലൂടെ അല്ലെങ്കിൽ അവർ കടം കൊടുക്കുന്നതിലൂടെ ബാങ്കിന് എന്ത് കിട്ടും? യെസ്, അവർക്ക് അതിൽ നിന്നുള്ള ഒരു ഏർണിങ്സ് ഉണ്ടാവും. അല്ലെ, ഈ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ റെഡി. യെസ്, അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്തെന്ന് ഓരോ ബാങ്കിന്റെയും എന്തെന്ന് യെസ് വരുമാനം, ഇൻകം എന്ന് പറയുന്നത്. റെഡി. യെസ്, അവരിങ്ങനെ കടം കൊടുക്കുന്നതിലൂടെയും അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും, അതുപോലെ തന്നെ ബിസിനസ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസുകൾ നൽകുന്നതിലൂടെയൊക്കെ അവർക്ക് എന്താണ് കമ്മീഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് യെസ് എന്താണ് ഒരു ഇൻകം ലഭിക്കും. അതാണ് എന്തെന്ന് ഒരു ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ വരുമാനം. ഓക്കെ. Yes, Bintu. So now banking is an institution where accepting money in the way of deposit and lending money in the way of loans or advances. Correct ആണ്. ഓക്കെ മക്കളെ, ഇത് കൃത്യമായിട്ട് മക്കളെ മനസ്സിലുണ്ടായിരിക്കണം. മസ്റ്റ് ആണ് കേട്ടോ, മസ്റ്റ് ആണ്. സെറ്റ് അല്ലേ? റെഡി? ഓക്കെ. യെസ്, അപ്പം നമുക്ക് ഇനി പഠിക്കാനുള്ള ഏതാണ്? ബാങ്കിന്റെ ടൈപ്സിനെ കുറിച്ചാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഉണ്ട്, സെൻട്രൽ ബാങ്ക് ഉണ്ട്. റെഡി? നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആരെ കുറിച്ച് മാത്രമാണ്? നമ്മുടെ സ്വന്തം കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ പറഞ്ഞു എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്? വാണിജ്യ ബാങ്ക്. അല്ലെ, എന്താണ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ കൊമേഴ്സ് ബാങ്ക് എന്താന്ന് പറഞ്ഞേ? എന്താണ് വാണിജ്യം, എന്താണ് കൊമേഴ്സ്, എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്, എന്താ വാണിജ്യ ബാങ്ക്? ഒന്നുമില്ല. കൊമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലിംഗ് ഇൻ മണി. These are governed by Indian Banking Regulation Act 1949 and according to it, banking means accepting deposit of money from the public for the purpose of lending and investment. നമ്മൾ എന്താ പഠിച്ചത് ബാങ്കിനെ കുറിച്ച്? അത് തന്നെയാണെന്ന് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അണ്ടറിൽ എഴുതാനുള്ളത്. ഓക്കെ, നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് എന്തെന്നും പ്രവർത്തിക്കുന്നത്. എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുക. അല്ലെ, അതിന്റെ എന്താണ് പ്രവർത്തിക്കുകയാണ് ഇപ്പം. ഓക്കെ, അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം നമ്മുടെ ബാങ്കിനെ കുറിച്ച് ഉള്ള ഒരു ഡെഫിനിഷൻ പോലത്തെ കാര്യമാണത്. അക്കോർഡിംഗ് ടു ബാങ്കിങ് മീൻസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് ഫോർ പർപ്പസ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. റെഡി? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സെയിം അത് തന്നെ. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് എന്താ രണ്ടായി തിരിക്കാം. ഏതൊക്കെ? പബ്ലിക് ബാങ്ക് ആൻഡ് പ്രൈവറ്റ് ബാങ്ക്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമുക്ക് എന്താക്കാം? രണ്ട് ടൈപ്പായി തിരിക്കാം. പബ്ലിക് ബാങ്ക് എന്നും പ്രൈവറ്റ് ബാങ്ക് എന്നും തിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്? എന്താ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ? പബ്ലിക് സെക്ടർ ബാങ്ക് ആർ ദോസ് ഇൻ വിച്ച് ദ ഗവൺമെന്റ് ഹാസ് എ മേജർ സ്റ്റേക്ക് ആൻഡ് ദേ യൂഷ്വലി നീഡ് ടു എംഫസൈസ് ഓൺ സോഷ്യൽ ഒബ്ജക്റ്റീവ് ദാൻ പ്രോഫിറ്റ്. അല്ലെ, പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് എന്തിന് സർവീസിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ബാങ്ക്, അതാണ് എന്തെന്ന് പബ്ലിക് സെക്ടർ ബാങ്ക്. അല്ലെ, അപ്പൊ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ സർവീസിന് ഇമ്പോർട്ടൻസ് നൽകണമെങ്കിൽ അത് എന്ത് ടൈപ്പ് ബാങ്ക് ആയിരിക്കും? ആരുടെ അണ്ടറിലുള്ള ബാങ്ക് ആയിരിക്കും? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ബാങ്ക് ആയിരിക്കും. ഓക്കെ അല്ലെ? ദിസ് സെക്ടർ ഓഫ് ബാങ്ക് ആർ ദോസ് വിച്ച് ആർ ഗവൺമെന്റ്. അല്ലെ, ഗവൺമെന്റ് ആണ് ആര്? അതിന്റെ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ മേജർ സ്റ്റേക്ക് ഹോൾഡർ. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക അല്ലെങ്കിൽ അത് നോക്കി നടത്തുന്ന ആളാരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് സർവീസ് ആണ് പബ്ലിക് സെക്ടർ ബാങ്കിന്റെ മെയിൻ ലക്ഷ്യം. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. റെഡി? എന്താ എക്സാമ്പിൾ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്തൊക്കെ നമുക്ക് പറയാം? നോക്കിയേ, SBI പറയാം, പഞ്ചാബ് നാഷണൽ ബാങ്ക് പറയാം, പിന്നെ ബാങ്ക് ഓഫ് ബറോഡ പറയാം, കാനറ ബാങ്ക് പറയാം, യൂണിയൻ ബാങ്ക്, ഒരുപാടുണ്ട്. അല്ലെ, ഒരുപാടുണ്ട്. സെറ്റ്. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് പബ്ലിക് ബാങ്ക് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്. റെഡി? അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് നമുക്ക് പ്രൈവറ്റ് സെക്ടർ കിട്ടുമല്ലോ. എന്തായിരിക്കും? ഒരു പ്രൈവറ്റ് വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒക്കെ അണ്ടറിലുള്ള എന്താണ് ബാങ്കുകളെ നമ്മൾ എന്താ പറയാ? പ്രൈവറ്റ് സെക്ടർ എന്ന് പറയാം. അല്ലെ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അല്ലെ, ready? Although private sector bank operate according to market force, they are subjected to regulation by the Reserve Bank of India. ഇതും എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നതാണ്. പക്ഷേ ഇത് കൂടുതലും എന്തിനെ ഫോക്കസ് ചെയ്യുന്നു? നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച്, അല്ലെ, അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എന്താ പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്താണ്
നമ്മളെ സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ബാങ്കുകളാണ് എന്തെന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞത് അല്ലെ. ആ പ്രൈവറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് വേണം? യെസ്, അവർക്ക് പ്രോഫിറ്റ് വേണം. സോ പ്രോഫിറ്റ് ആയിരിക്കും ഇവരുടെ ലക്ഷ്യം. അതിന്റെ കൂടെ എന്താണ്? അവർ സർവീസ് നൽകിക്കൊണ്ട് അതിൽ നിന്നും എന്താക്കുന്നു? പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്നു. റെഡി? ഇതാ ICICയും HDFCയും ഒക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ആക്സിസ് ബാങ്ക് ഒക്കെ യെസ് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിന് എക്സാമ്പിൾ ആണ്. റെഡിയാണോ മക്കളെ? റെഡിയാണോ? അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ 2 ടൈപ്പാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. റെഡി? യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ബാങ്കിങ്, ബാങ്കിന്റെ ഫങ്ഷൻസ്, ബാങ്കിന്റെ ടൈപ്സ് ഇതൊന്നും ചോദിക്കാതെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവൂലേ. കൊമേഴ്സുകാരാണ് നിങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ചുറ്റുമുള്ള കാര്യമാണ്. സോ ഒരു ബേസിക് നോളജ് എന്നുള്ള രീതിയിലെങ്കിലും ഇതൊക്കെ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. ഒരു 5 ഫങ്ഷൻസ് ഉണ്ട്, നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചോളാം. സാറേ പേരെന്താ? സാറിന്റെ പേര് യദു എന്നാണ്. അയ്യേ ചമ്മി. സാറേ പേരെന്താ നല്ലല്ലേ? മതി. ശ്രീയേ എന്നായിരുന്നു അല്ലേ? ആളൊരു 6 ഉണ്ടായിരുന്നു. നാറ്റക്കേസായി. ആരും ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു. എന്താ ചെയ്യാ? സാർ ഒരു പാട്ട് പാടുമോ? നമുക്ക് പാടാം. പാട്ടൊക്കെ നമുക്ക് പാടാം. അതിന് മുന്നേ ഇതൊന്ന് പഠിച്ചിട്ട് പാടിയാ പറയാം. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 5 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ആർദ്ര, ഹലോ. യെസ്, എവിടെയായിരുന്നു? എന്തേ വൈകിപ്പോയി? ആർദ്രയൊക്കെ നമ്മുടെ മെയിൻ ആളാണ്. ആദ്യം വരാറുണ്ടായിരുന്നല്ലോ. എന്ത് പറ്റി ആർദ്ര? ഓക്കെ, സെറ്റ്. യെസ്, എന്താണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്? അല്ലെ, ഒരു ബാങ്ക് എന്താണ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയും പബ്ലിക്കിൽ നിന്നും യെസ് എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് ആയി സ്വീകരിക്കുന്നു അല്ലെ. അപ്പൊ ആദ്യം തന്നെ എന്താണ് സാർ? എന്താണ് സാർ? പാട്ടിട് കേൾക്കുന്നോ? പാട്ടൊക്കെ നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, അപ്പൊ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. അതിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നാണ്. ഓക്കെ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. റെഡി? അപ്പൊ എന്താ? ദ ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ത്രൂ കറന്റ് സേവിങ്സ് ആൻഡ് ഫിക്സ്ഡ് അക്കൗണ്ട് അല്ലെ. കറന്റ് അക്കൗണ്ട് ആയിട്ടും സേവിങ്സ് അക്കൗണ്ട് ആയിട്ടും ഫിക്സ്ഡ് അക്കൗണ്ട് ആയിട്ടും ഒക്കെ എന്താ നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും. റെഡി? അപ്പൊ എന്താണ് ഈ കറന്റ് അക്കൗണ്ട്, എന്താണ് ഈ സേവിങ്സ് അക്കൗണ്ട്, എന്താണ് ഫിക്സ്ഡ് അക്കൗണ്ട്? അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്തി എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചോ. അപ്പൊ കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ക്യാൻ ബി വിത്ഡ്രോൺ എനി ടൈം. ഓക്കെ, അതായത് നമുക്ക് എന്താ ഒരു ദിവസം എത്ര വേണമെങ്കിലും ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താവുന്ന, ഓക്കെ, ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് കിട്ടാത്ത അങ്ങനത്തെ ടൈപ്പ് അക്കൗണ്ടുകളാണ് എന്ത് പറയുക? കറന്റ് അക്കൗണ്ട് എന്ന് പറയുക. അതായത് ഒരു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അധികവും കറന്റ് അക്കൗണ്ട് എടുക്കുക. അതായത് ഡെയിലി എന്താ ഒരുപാട് ഫണ്ട് അടയ്ക്കാനും കൊടുക്കാനും വാങ്ങാനും ഇതാക്കാനും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ടൈപ്പ് അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് എന്ത് പറയാ? കറന്റ് അക്കൗണ്ട് എന്ന് പറയാം. ദെൻ സേവിങ്സ് ഉണ്ട്. എന്താ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? സേവ് ചെയ്യാൻ വേണ്ടി അല്ലെ, പബ്ലിക്കിന്റെ അവർക്ക് എന്താണ് സേവിങ്സ് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സേവിങ് കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് സേവിങ്സ് ആയിട്ട് എന്താണ് ഫണ്ടൊക്കെ വെക്കാൻ പറ്റുന്ന, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട് ആണ്. ദെൻ ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്? എന്തുണ്ട്? ഫിക്സ്ഡ്. ഓക്കെ, ഫിക്സ്ഡ് അക്കൗണ്ട് ഉണ്ട്. ഫിക്സ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ നമുക്ക് വീട്ടിൽ അല്ലേ, ഇത്ര കാലത്തേക്ക് നമുക്കത് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെ. ഫിക്സ്ഡ് ആയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ നിന്ന് ആ ഒരു കാലാവധി കഴിയാതെ അതിൽ നിന്ന് എടുക്കാനും ഇതാക്കാനൊന്നും പറ്റില്ല. സോ അത്തരത്തിൽ എന്താണ് അങ്ങനെ ഇത്ര ടൈമിലേക്ക് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം? അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടിനെ നമ്മൾ എന്ത് പറയാം? ഫിക്സ്ഡ് അക്കൗണ്ട് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. റെഡി? അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഫംഗ്ഷൻ എന്താ?
ലെൻഡിങ് ഓഫ് ഫണ്ട് ആണ്. എന്താ ലെൻഡിങ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ, എന്താണ് ലെൻഡിങ് ഓഫ് ഫണ്ട്? പറഞ്ഞേ. ലെൻഡിങ് അല്ലെ, എന്താണ്? കടം കൊടുക്കുക അല്ലെ, ലോൺ കൊടുക്കുക. പബ്ലിക്കിൽ നിന്നും സ്വീകരിച്ച ഡെപ്പോസിറ്റ് ഫണ്ടുകളൊക്കെ എന്താ ചെയ്യുക? ബാങ്ക് ഇങ്ങനെ അക്കൗണ്ടിൽ വെക്കുകയാണോ? അല്ല, അത് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ലോണായിട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ലോണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെ, അതാണ് എന്തെന്ന്? യെസ്, ഒരു ബാങ്കിന്റെ ഇൻകം എന്ന് പറയുന്നത്. റെഡി? ഇതാ സെക്കൻഡ് മേജർ ആക്ടിവിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് is to provide loan and advance out of the money receiving through deposit. These advance can be made in the form of overdraft, cash credit, then the discounting of trade, then term loan. ഇങ്ങനത്തെ എന്താ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക? യെസ്, ഈ ഒരു ലെൻഡിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആര് ചെയ്യുക? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുക. റെഡി? റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് ശ്രദ്ധിച്ചോ, ചെക്ക് ഫെസിലിറ്റി. അറിയാലോ ചെക്ക് ഫെസിലിറ്റി എന്താണ്? നമുക്ക് പെട്ടെന്ന് നോക്കാം. യെസ്, എന്താണ്? ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ യെസ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യെസ് ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് എന്തെന്ന്? ചെക്ക് ഫെസിലിറ്റീസ് അല്ലെ. എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് നമുക്ക് എന്താക്കാം? ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? സ്പോട്ടിൽ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു വിഡ്രോവലിന് വേണ്ടിയിട്ട് ഓക്കെ, ദ ബാങ്ക് rendered a very important service their customers by correcting their check drawn to other bank. The check is the most developed credit instrument, is a unique feature that function bank withdrawal and deposit. ഉണ്ടല്ലോ, ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് വിഡ്രോ ചെയ്യുക എന്നീ ഫംഗ്ഷൻ ഒക്കെ നമുക്ക് നല്ല സ്മൂത്തായി നടത്താൻ വേണ്ടി ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന്? ചെക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ എമൗണ്ട് ഒക്കെ എഴുതി മറ്റൊരാൾക്ക് കൊടുക്കുക അല്ലെ. നമുക്ക് എന്താ ഫണ്ടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ചെക്ക് എഴുതി കൊടുത്താൽ മതി അല്ലെ. യെസ്, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഓർത്ത് വെച്ചോളാം, ചെക്ക്. ദെൻ അടുത്ത് ശ്രദ്ധിച്ചോ, റെമിറ്റൻസ് ഓഫ് ഫണ്ട്. എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട്? യെസ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. യെസ്, നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട്, ഗൂഗിൾ പേ ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. റെമിറ്റൻസ് ഓഫ് ഫണ്ട് മീൻസ് ബാങ്ക് remittance of fund means എന്താണ്? ബാങ്ക് ഹെൽപ്പ് ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് ഓക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്ക് നമുക്ക് തരുന്ന യെസ് ആ ഒരു സർവീസിനെ എന്താ പറയാ? റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറയാം. ഓക്കെ, ഇസ് ഡൺ ത്രൂ ഡ്രാഫ്റ്റ്, പേ ഓർഡർ ഓർ മെയിൽ ട്രാൻസ്ഫർ. ഇങ്ങനത്തെ എന്താ ഒരുപാട് ഫംഗ്ഷൻസ് മുൻപുണ്ടായിരുന്നു. അതായത് എന്താ ഈ ഗൂഗിൾ പേ മുൻപ് അല്ല ഇപ്പോഴുണ്ട്. ഓക്കെ, ഗൂഗിൾ പേ ഒക്കെ വരുന്നതിന് മുൻപ് യെസ് നമ്മൾ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതാ ഡ്രാഫ്റ്റിലൂടെ, പേ ഓർഡറിലൂടെ അല്ലെങ്കിൽ എന്താണ് മെയിലിലൂടെ ഒക്കെ ആയിരുന്നു നമ്മൾ എന്താക്കുക? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ എന്താണ് അധികം അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ. കാരണം ഈ ബാങ്കിങ് ഒക്കെ വന്നു കഴിഞ്ഞു അല്ലെ, ഈ ട്രാൻസ്ഫർ ഒക്കെ വന്നു കഴിഞ്ഞു. സെറ്റ്. അപ്പം റെമിറ്റൻസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമുക്ക് ബാങ്ക് തരുന്ന ഒരു സർവീസ് ആണ്. ഇതിനടുത്ത് എന്താണ്? അലൈഡ് സർവീസ്, അതായത് അതർ സർവീസസ്. ഇതൊന്നും അല്ലാതെ നമുക്ക് മറ്റൊരുപാട് സർവീസുകളുണ്ട്. എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർ, പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, ലോക്കർ ഫെസിലിറ്റീസ്, ബിൽ പേയ്മെന്റ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സർവീസുകൾ എക്സ്ട്രാ ആയിട്ട് ആരും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, നമ്മുടെ ബാങ്ക് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമ്മളെ വാട്ടർ ബില്ലൊക്കെ ആരടയ്ക്കും? ബാങ്ക് അടയ്ക്കും. ഇലക്ട്രിസിറ്റി ആരടയ്ക്കും? ബാങ്ക് അടയ്ക്കും അല്ലെ. അങ്ങനെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തിനെ ഏൽപ്പിക്കാം? ബാങ്കിനെ ഏൽപ്പിക്കാം. ബാങ്ക് ചെയ്യും. സോ അത്തരത്തിലുള്ള സർവീസുകളെ നമ്മൾ എന്ത് പറയാം? അലൈഡ് സർവീസസ് എന്ന് പറയാം. മിണ്ടൂലെന്നോ? ദീപക് മിണ്ടുന്നില്ലെന്നോ? ദേവുക്കറിയല്ല, ദീപക് മിണ്ടു. ദീപക് ഒന്ന് മിണ്ടിക്കണം. ദേവുവിന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സെറ്റ്. അപ്പോ യെസ്, ഇതൊക്കെയാണ് എന്തെന്ന് മക്കളെ? എന്തെന്ന്? ബാങ്കിന്റെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. 5 ഫങ്ഷൻസ് പഠിച്ചു വെച്ചോളാ. എന്തൊക്കെയാണ് ബാങ്കിന്റെ ഫങ്ഷൻസ്? സിമ്പിൾ ആണ്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ദെൻ കടം കൊടുക്കുന്നു, ലെൻഡിങ് ഓഫ് ഫണ്ട്. ദെനോ ചെക്ക് ഫെസിലിറ്റി ഉണ്ട്, പിന്നെയോ ട്രാൻസ്ഫർ അല്ലെ, ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ റെമിറ്റൻസ് ഓഫ് ഫണ്ട് ഫെസിലിറ്റി ഉണ്ട്. ദെൻ മറ്റ് സർവീസുകൾ അലൈഡ് സർവീസുകൾ. അയ്യോ സാർ, അപ്പോൾ അത് അങ്ങനെയല്ല. സോറി, ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ഓക്കെ 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 സെറ്റ്. റെഡി? യെസ്. അപ്പോൾ മക്കൾ ഓർത്ത് വെക്കുക,
യെസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് സാർ ഒന്നുകൂടെ പറയാം അവിടെ ശ്രദ്ധിച്ചോ. നമ്മൾ ഏതിലൂടെയാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചോ. യെസ്, ആദ്യം തന്നെ നമ്മൾ സർവീസിനെ കുറിച്ച് പഠിച്ചു. ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. യെസ്, ഇത് ഓർഡറിൽ മക്കളെ മനസ്സിലുണ്ടാവണം. ആ ഒരു ഓർഡർ, ഓരോ ചാപ്റ്ററിൻ്റെയും ഓർഡർ, ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എന്താണ് എക്സാമിനൊക്കെ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ മാക്സിമം കുറയുള്ളൂ. ഓക്കെ, അത് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഒരു ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഒരു പിക്ചർ ഉണ്ടാവണം. ഓക്കെ, സോ അതാണ് സാറോടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ദ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ബിസിനസ് സർവീസിനെ കുറിച്ചാണ്. എന്താണ് ബിസിനസ് സർവീസുകൾ? അത് കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ പഠിക്കുന്നത് ആ ഒരു സർവീസ്, ബിസിനസ് സർവീസിന്റെ നാച്ചുറിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ ബിസിനസ് ഇതുള്ളൂ അല്ലേ, സർവീസ്. ഓക്കെ, സർവീസിന്റെ നാച്ചുറൽ, അതിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. റെഡി? അപ്പൊ ബിസിനസ് സർവീസിന്റെ നാച്ചുറലിനെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കുന്ന കാര്യം ബിസിനസ് സർവീസുകളുടെ ടൈപ്സ് ആണ്. 3 ടൈപ്പുകൾ: ബിസിനസ്, സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസുകൾ. റെഡി? അപ്പൊ അത് 3 നമ്മൾ കൃത്യമായി പഠിച്ചാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെ മാത്രമാണ്? ബിസിനസ് സർവീസിനെ മാത്രമാണ്. റെഡി? അപ്പൊ ബിസിനസ് സർവീസ് എന്ത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം ബിസിനസ് സർവീസിലുള്ള ടൈപ്സ് നമ്മൾ പഠിക്കും, ഏതൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തത് ബിസിനസ് സർവീസ് ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്തെന്ന് നമ്മൾ പഠിച്ചാൽ അതിന്റെ 2 ടൈപ്പ് നമ്മൾ പഠിക്കും. ദെൻ അതിനുശേഷം എന്ത് നമ്മൾ പഠിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഈ ഒരു 5 ഫങ്ഷൻസും നമ്മൾ പഠിക്കും. സെറ്റ് ആണോ? ഇത്രയും റെഡിയാണോ? ഈ ഒരു ഓർഡർ മക്കളെ മനസ്സിലുണ്ടാവില്ലേ കൃത്യമായിട്ട്? ഇല്ലേ? റെഡി അല്ലേ? സെറ്റ്? ഓക്കെ, സാർ ഒരു കയ്യബദ്ധം തന്നു അല്ലേ? അതെ, ചെറുതായിട്ടൊരു കയ്യബദ്ധം പറ്റി. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബാങ്കിങ്ങിനെ കുറിച്ച് പഠിച്ചു. റെഡി? ദെൻ നമുക്ക് പോകണം ഈ ബാങ്കിങ്. അടുത്ത് നേരത്തെ ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ബാങ്കിങ് അല്ലെ? ഈ ബാങ്കിങ്. ഓക്കെ, ഈ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായി ഓർത്ത് വെച്ചോ. എന്താണ്? ഇൻ ദിസ് ന്യൂ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസ് ബാങ്ക് ആൻഡ് financial institutions have started providing services over the internet. Internet through ബാങ്കിങ്ങും ബാങ്ക് നമുക്ക് എന്ത് തരുന്നു? ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ ഇങ്ങനെ വാരി വിതറുന്നു. റെഡി? സോ ബാങ്കിങ് നമ്മൾ എന്താണ്? ഇന്റർനെറ്റ് ത്രൂ ചെയ്യുന്നു. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഈ ബാങ്കിങ് എന്ന് പറയുന്നത് അറിയാലോ അല്ലെ? This type of service provided by the bank on the internet called e-banking. Okay, the lower the transaction cost, add value to the banking relationship and empowered customers. കസ്റ്റമേഴ്സ് ആയിട്ട് കസ്റ്റമേഴ്സ് നല്ല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. വെറുതെ ബാങ്കിലെ തിക്കിലും തിരക്കിലും ഇടപെട്ട് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. റെഡി? അങ്ങനത്തെ ഒരുപാട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതുപോലെ ഒരു പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ത്രൂ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇ ബാങ്കിങ്. റെഡി അല്ലേ? ഇ ബാങ്കിങ് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ATM, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, മൊബൈൽ ബാങ്കിങ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ മക്കളെ? എന്തിന് എക്സാമ്പിളാ? നമ്മുടെ ഇൻസ്റ്റയിലുണ്ടാ. അവനെല്ലാം കൂടെ ഇൻസ്റ്റയില് ഇവിടെ ശ്രദ്ധിക്കണ അക്കൗണ്ട് പോയിടാ. ആശ്വാസായി. കോക്കാച്ചി സാരല്ല. നിനക്കിപ്പോ തൽക്കാലം ഒരു ഇൻസ്റ്റ ID മതിയെങ്കിൽ സാറ് ഇൻസ്റ്റ ID തരാം. 2_ യദു. ഓക്കെ, നീ ഇത് ഫോളോ ചെയ്തോ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. സെറ്റ്? റെഡി? അപ്പൊ ഈ ബാങ്കിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. ഓക്കെ,
റെഡി? ഈ ബാങ്കിങ് മിസ്സാക്കരുത്. അപ്പൊ ബാങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഈ കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ബാങ്കിങ്? ബാങ്കിങ്ങിലെ കുറച്ച് ടൈപ്സിൽ ആദ്യത്തെ ടൈപ്പ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് പഠിക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടൈപ്സ് പഠിക്കുക. ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് പഠിക്കുക. ദെൻ ഈ ബാങ്കിങ്ങിനെ കുറിച്ചും പഠിച്ചു വെക്കുക. സെറ്റ് റെഡി? യെസ്. അപ്പോൾ ബാങ്കിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത്, യെസ് മക്കളെ ശ്രദ്ധിച്ചോ, നമ്മുടെ സ്വന്തം ഇൻഷുറൻസിലേക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഐറ്റം ഇൻഷുറൻസ്. എന്താണ് ഇൻഷുറൻസ്? അറിയാലോ? പഠിച്ചു വെച്ചോ മക്കളെ. ഇൻഷുറൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് ചാറാ പാറ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് കാണാം ഇതേപോലെ കിടക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് ഉണ്ട്. യെസ്, ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് ഉണ്ട്. യെസ്, ഒരുപാട് പഠിക്കാനുണ്ട്. സെറ്റ് ആക്കി തരാം. പിന്നെ അതിനുശേഷം ഫങ്ഷൻസ് ഇങ്ങനെ പോകും. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് ഇൻഷുറൻസിന്. ഇതൊക്കെ ഇങ്ങനെ ചെറപറ ഉണ്ട്. യെസ്, സെറ്റാക്കി പഠിപ്പിച്ചു തരാം. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ. എന്താണ് ഇൻഷുറൻസ്? ഒന്നാമതായിട്ട് പഠിച്ചു വെച്ചോ. എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ഇൻഷുറൻസ്? എന്താണ് ഇൻഷുറൻസ്? പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയോ? ആര് പറയേ? ഓക്കെ, വാട്ട് ഈസ് ഇൻഷുറൻസ്? ശ്രദ്ധിച്ചോ. ഇൻഷുറൻസ് എന്നാൽ എന്ത്? റിസ്ക് മീൻസ് ദ ചാൻസ് ഓഫ് ലോസ് ഡ്യൂ ടു അൺഎക്സ്പെക്ടഡ് ഇവന്റ്. Some risk can be avoided while others cannot. Insurance help to protect some such risk. അല്ലേ? റിസ്കുകൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. ചില റിസ്കുകൾ നമുക്ക് എന്താക്കാൻ പറ്റും? തടുക്കാൻ പറ്റും. പക്ഷെ ചിലത് cannot. അല്ലേ? എന്താക്കാൻ പറ്റില്ല, നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. അതിന്റെ നാശനഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സോ അത്തരത്തിലുള്ള എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന റിസ്കിലൂടെ നമുക്ക് ഉണ്ടാവുന്ന എന്തെന്ന് നാശനഷ്ടങ്ങൾ, അല്ലെ? നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ആരിലൂടെ നമുക്ക് നികത്താം? ഒരു ഇൻഷുറൻസിലൂടെ നമുക്ക് നികത്താൻ പറ്റും. റെഡി? അപ്പൊ എന്താണ്? ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് വേർ one the insurer, അതായത് ഇൻഷുറൻസ് കമ്പനി, and promise to pay for losses in return for a fee called premium. The person who get this protection is called the insured. കണ്ടല്ലോ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഏതൊക്കെയാണ് ആ പാർട്ടി? ഒന്നാമത്തെ പാർട്ടി ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഇൻഷുററാണ്. രണ്ടാമത്തെ പാർട്ടി ആരാ? നമ്മൾ, അല്ലെ? ഒരു വ്യക്തിയായിരിക്കും, അല്ലെ? ഇൻഷുവേർഡ്. ഓക്കെ, അപ്പൊ ഇൻഷുവേർഡ് എന്ത് ചെയ്യുന്നു? ഒരു എമൗണ്ട്, അല്ലെ? പ്രോമിസ് ടു പേ ആൻ എമൗണ്ട്, അല്ലെ? എന്തിനെതിരെ? അവർക്ക് ഉണ്ടാവുന്ന നാശനഷ്ടത്തിനെതിരെ ഒരു എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, പേയ്മെന്റ് ചെയ്യുന്നു. എന്തിനാ? ഫോർ എ റിട്ടേൺ, അല്ലെ? അവർക്ക് ആ ഒരു നാശനഷ്ടം സംഭവിക്കുമ്പോൾ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ എന്താണ് ഇൻഷുറൻസ് എന്ന് ഓർത്ത് വെക്കുക. ഇറ്റ്സ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഒന്നാമത്തെ ആള് ഇൻഷുവേർഡ് കമ്പനിയാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇൻഷുററാണ്. രണ്ടാമത്തത് ഇൻഷുവേർഡ് ആണ്. സോ ഇൻഷുവേർഡ് എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ഒരു പേയ്മെന്റ്, അല്ലെ? ഒരു പ്രീമിയം, ആ ഒരു പ്രീമിയം പേയ്മെന്റ് ചെയ്യും എന്നുള്ള പ്രോമിസാണ്. ഒരു റിട്ടേണിന് വേണ്ടി എന്താണ്? ഒരു പ്രീമിയം പേയ്മെന്റ് ചെയ്യും എന്നുള്ള പ്രോമിസ്. അങ്ങനെയുള്ള ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റിനെ നമ്മൾ എന്ത് പറയാം? ഇൻഷുറൻസ് എന്ന് പറയാം. റെഡി? യെസ്. അപ്പോൾ ഇൻഷുറൻസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം, എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ഇൻഷുറൻസ്. ഒരു ഇൻഷുറൻസിന് വേണ്ട ഐറ്റം എന്തൊക്കെയാണ്? ഒരു ഇൻഷുറൻസിന് വേണ്ടത് എസെൻഷ്യൽ റിക്വയർമെന്റ്സ്. പോയിന്റുകൾ പഠിച്ചു വെച്ചോ മക്കളെ. ഇത് ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. പോയിന്റ് ഒന്നാമത്തെ പോയിന്റ്, ദർ മസ്റ്റ് ബി റിസ്ക് ഓഫ് ലോസ് ടു ദ സബ്ജക്ട് മാറ്റർ. ഒന്നാമത്തെ ഐറ്റം. ഓക്കെ, റെഡി? എന്താ പറഞ്ഞത്? there must be a risk of losses, അല്ലെ? ഒരു സബ്ജക്റ്റിനെതിരെ നമുക്ക് എന്താ? ഒരു നാശനഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റിസ്ക് ഉണ്ടാവണം. ഒരു റിസ്ക് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. ദെൻ എന്താ? the risk covered must be capable of being estimated. ആണല്ലോ, ആ ഒരു റിസ്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്ററിന് ഉണ്ടായ നാശനഷ്ടം നമുക്ക് എന്താക്കാൻ പറ്റണം? കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റണം, അല്ലെ? കവേർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഏത്? നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന റിസ്കുകൾ. ഓക്കെ, ദെൻ അടുത്തെന്താ? there must be some uncertainty on the happening of the insurer operation. ഓക്കെ, അവിടെ എന്തായിരിക്കണം? നമുക്ക് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവുന്നത് അൺസർട്ടൈൻ ആയിരിക്കണം.
പ്രതീക്ഷിക്കാത്ത ഐറ്റം ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ഇൻഷുറൻസ് എടുത്ത് നമ്മൾ ആ സാധനം അടിച്ചു പൊട്ടിക്കുകയോ അല്ലെങ്കിൽ തീട്ട് നശിപ്പിക്കുകയോ ചെയ്താൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടൂല. അതെന്താ, ഓട്ടോമാറ്റിക്കലി സംഭവിക്കണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കണം. ഓക്കെ, ഓർത്ത് വെക്കുക. ദെൻ ലാസ്റ്റ്, ദ ഇൻഷുർഡ് മസ്റ്റ് ഫേസ് ദ റിസ്ക് ദാറ്റ് ദ പോളിസി ഈസ് മീൻ ടു കവർ. ഓക്കെ, എന്താ പറഞ്ഞത്, മസ്റ്റ് ഫേസ് ദ റിസ്ക്. ഓക്കെ, ദാറ്റ് ദ പോളിസി ഈസ് മീൻ ടു കവർ. എന്താണ്, യെസ്, ആ ഒരു ഇൻഷുർഡ് എന്ത് ചെയ്യണം, യെസ്, കൃത്യമായിട്ട് ഫേസ് ചെയ്യുന്നതായിരിക്കണം. ഐ മീൻ ഇപ്പൊ എന്താണ്, ഇപ്പോൾ അയാൾ എന്താണ് ഒരു തീയൊക്കെ വീട് നശിക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പാടില്ല, നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കാൻ പാടില്ല, ഞാൻ നോക്കിക്കാൻ പാടില്ല. ഓക്കെ, അതിനെ നമ്മളത് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. റെഡി, ഒരു നാശനഷ്ടമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഒരു റിസ്ക് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ, യെസ്, ഞാൻ എന്തായാലും ഇൻഷുറൻസ് എടുത്തില്ലല്ലോ, തൽക്കാലം കത്തട്ടങ്ങട്ട് ഐസ് 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 കത്തട്ടങ്ങട്ട് എൻ്റെ വണ്ടിക്ക് തീപിടിച്ചേ, എൻ്റെ വണ്ടിക്ക് തീപിടിച്ചേ എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. നമ്മളത് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു ഇൻഷുറൻസിൻ്റെ എസെൻഷ്യലാണ്, ഇൻഷുറൻസിന് വേണ്ട കാര്യമാണ്. ഓക്കെ, റെഡി അല്ലേ? സെറ്റ്. അപ്പോൾ ഈ പോയിന്റുകൾ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം, 4 ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്, റെഡി. അപ്പോൾ ഇൻഷുറൻസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിളാണ്, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓർത്ത് വെച്ചോളാം. 7 പ്രിൻസിപ്പിളുകളുണ്ട്, ഓരോന്നും പഠിക്കണം മക്കളെ. എസ്എ ക്വസ്റ്റ്യൻ ആണ്, എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, എസ്എ എസ്എ എസ്എ. ഓക്കെ, എസ്എ 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 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഐറ്റം അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്താണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ? വിശ്വാസം, അതാണ്. ഓക്കെ, വിശ്വാസമുണ്ടായിരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം. എന്തിനാ വിശ്വാസം? എന്താ ശ്രദ്ധിച്ചോ, 2 പാർട്ടികൾ തമ്മിലാണ് ഇൻഷുറൻസ് എടുക്കുക, ഒരു അഗ്രിമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്, ശ്രദ്ധിച്ചോ, ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്. ബോത്ത് ദ ഇൻഷുറർ ആൻഡ് ദ ഇൻഷുർഡ് മസ്റ്റ് ഷെയർ ഓൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഹോണസ്റ്റ്ലി. കണ്ടല്ലോ, 2 വ്യക്തികൾ, ആ 2 വ്യക്തികൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന അഗ്രിമെന്റിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരു വിശ്വാസം ഉണ്ടാകണം. പരസ്പരം എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കണം. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ട്രസ്റ്റിന്റെ ബേസിലാണ് എന്തെന്ന്, എന്ത്, ഇൻഷുറൻസ് വർക്ക് ചെയ്യാം. ഓക്കെ, ദ ഇൻഷുർഡ് മസ്റ്റ് ടെൽ എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി അഫക്ട് ദ റിസ്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോകും. സാർ ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോകും. അപ്പോൾ എന്താണ്, സാറിന് എന്തോ ഒരു മാരകമായിട്ടുള്ള അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സാർ എന്ത് ചെയ്യണം, ആ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് മുൻപ് എന്ത് പറഞ്ഞിരിക്കണം, റെഡി, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള ആളാണ് ഞാൻ, അത് പറയണം. റെഡി, അത് പറയാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല, ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ അതുപോലെ എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ആ ഒരു ഇൻഷുറൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, കൃത്യമായിട്ട് ഷെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. റെഡി, അങ്ങനെയെങ്കിൽ സെക്കൻഡ് പോയിന്റ് ചോദിക്കോ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. നമ്മൾ ഒരു കാര്യം ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. ഓക്കെ, അതിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾക്ക് അതിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുറപ്പുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇൻഷുർ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോ, ദ പേഴ്സൺ ബൈയിങ് ഇൻഷുറൻസ് മസ്റ്റ് ഹാവ് എ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ തിങ് ഇൻഷുർഡ്. ഉണ്ടല്ലോ, ഒരു സാധനം നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ആർക്ക് ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയും അതും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് വേണം. ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിച്ചാൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും, ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയെ എഫക്റ്റ് ചെയ്യും എന്ന് ഉറപ്പുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എവിടെ ഉണ്ടായിരിക്കണം, ആ ഒരു സാധനവുമായിട്ട് ഉണ്ടായിരിക്കണം. ദിസ് മീൻസ് ദേ വുഡ് സഫർ എ മണി ലോസ് ഇഫ് ഇറ്റ് ഈസ് ഡാമേജ്ഡ് ഓർ ലോസ്റ്റ്. വിത്തൗട്ട് ദീസ് ഇൻട്രസ്റ്റ് ഇൻഷുറൻസ് ഈസ് നോട്ട് വാലിഡ്. ഉണ്ടല്ലോ, ആ ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അതെന്താണ്, വാലിഡ് ആയിരിക്കില്ല. അതായത് സാറിപ്പോൾ ഒരു വണ്ടി എടുത്തു, ആ വണ്ടിക്ക് സാർ എന്താ ഫയർ ഇൻഷുറൻസിന്റെ ഒരു ഇതെടുത്തു, എന്താ ഒരു ഇൻഷുറൻസ് എടുത്തു, ഫയർ ഇൻഷുറൻസ് എടുത്തു. ഓക്കെ, അപ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സാർ എന്ത് ചെയ്തു, ആ വണ്ടി വിറ്റു, മറ്റൊരു വ്യക്തിക്ക് വിറ്റു. ഓക്കെ, അപ്പൊ ആ വിറ്റ ആളുടെ കയ്യിൽ നിന്നും ആ വണ്ടി തീപിടിച്ചു, കത്തി. അപ്പൊ അതിന്റെ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഫണ്ട് സാറിന് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇപ്പം സാറും ആ വണ്ടിയും തമ്മിൽ എന്തില്ല, ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് അവിടെ ഇല്ല.
അല്ലേ? കാരണം എന്താ, ആ വണ്ടി വേറെ ആയിരുന്നതായി അല്ലേ, അതെന്റെ വണ്ടിയല്ല. ഓക്കെ, അപ്പൊ എന്താണ്, ഞാൻ അടച്ചിട്ടുള്ള പ്രീമിയോ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടുകയല്ല. അതിനെന്താ, ഇൻഷുറൻസ് എനിക്ക് കിട്ടൂല, ആ വ്യക്തിക്ക് കിട്ടുമോ? ഇല്ല, ഞാനെടുത്ത ആ വ്യക്തിക്ക് കിട്ടൂല. പക്ഷേ എന്താണ്, ആ ഒരു വ്യക്തി എടുത്തിട്ടുള്ളതാണെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. സെറ്റ്. ഇതിനടുത്ത് ഇൻഡംനിറ്റി. എന്താണ് ഇൻഡംനിറ്റി? എന്താ ഇൻഡംനിറ്റി? നഷ്ടം പരിഹരിക്കപ്പെടുന്നു അല്ലെ, നഷ്ടം പരിഹരിക്കപ്പെടുന്നു. ഇൻഡംനിറ്റി നഷ്ടപരിഹാരമാണ്. ഓക്കെ, നഷ്ടപരിഹാരം ഏതിലൂടെ നമുക്ക് കിട്ടും? ഒരു ഇൻഷുറൻസിലൂടെ കിട്ടും. അതായത് ശ്രദ്ധിച്ചോ, except in the life insurance, life insurance ഒഴിച്ച്, okay, the insured get a compensation equal to the actual loss to the sum insured. Whichever is less, no profit is allowed to insurance ആണ്. എടി എന്താ പറഞ്ഞേ, ഒരു ലൈഫ് ഇൻഷുറൻസിന് വെച്ച് അല്ലെ, ലൈഫ് ഇൻഷുറൻസ് നമുക്കറിയാലോ അല്ലെ, അവിടെ എന്താണ്, ഒരാൾ മരിച്ചാൽ അത് നമുക്ക് എന്താ ഒരു പൈസ ഒന്നും ഇട്ടിട്ടൊന്നും എന്താക്കാൻ പറ്റുന്നതല്ല. യെസ്, കോട്ടായിടാ, കോട്ടായിയോ, ഏത് നമ്മളെ ലഘു കോട്ടായിയോ, ലഘു കോട്ടായി ഇവിടെ ഉണ്ടോ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്താ, ഒരു ലൈഫ് ഇൻഷുറൻസിന് എന്താ, നമുക്കൊരു നഷ്ടപരിഹാരം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, ലൈഫിന് വില അല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നല്ലോ. പക്ഷെ മറ്റേതൊരു ഇൻഷുറൻസ് ആയാലും അതിന് നമുക്ക് എന്ത് കിട്ടും? ഒരു കോമ്പൻസേഷൻ കിട്ടും അല്ലെ, ആ ഒരു ലോസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ നമുക്ക് ഇതിലൂടെ കിട്ടും, ഇൻഷുറൻസിലൂടെ കിട്ടും. സെറ്റ്, റെഡി. ഇതിനടുത്ത് ശ്രദ്ധിച്ചോ, സബ്രോഗേഷൻ. എന്താ സബ്രോഗേഷൻ എന്ന് പറഞ്ഞ ടേം? എന്താ സബ്രോഗേഷൻ? പകരം നൽകുകയാണ്. ഓക്കെ, പകരം കൊടുക്കുക എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, എന്താ പകരം കൊടുക്കുന്നത്? ശ്രദ്ധിച്ചോ, ആഫ്റ്റർ ദ ഇൻഷുറൻസ് ഈസ് പെയ്ഡ് ഫോർ ദ ലോസ്, ദ ഇൻഷുർ ഗെറ്റ് ദ റൈറ്റ് ടു ക്ലെയിം ഓർ റിക്കവർ ഫ്രം ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി. കണ്ടല്ലോ, ഇപ്പം ഇൻഷുറൻസിൽ നിന്ന് നമുക്ക് എന്താണ്, ഫണ്ട് കിട്ടി. അതായത് ഒരു കാർ തീ പിടിച്ചു, കാറിന് ഇൻഷുറൻസ് നമുക്ക് കിട്ടി. അത് ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാറിന്റെ അവകാശം ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും. ഓക്കെ, ആ ഒരു കാറിനെ നമുക്ക് ആർക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം? കമ്പനിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. സോ അതാണ് എന്തെന്ന്, സബ്രോഗേഷൻ, പകരം നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റ്. ഇതിനടുത്ത് നോക്കിക്കോ, കോസ പ്രോക്സിമ. എന്താ കോസ പ്രോക്സിമ എന്ന് പറഞ്ഞാൽ? കൃത്യമായിട്ടുള്ള കാരണം. ഓക്കെ, കൃത്യമായിട്ടുള്ള കാരണം. അതായത് ശ്രദ്ധിച്ചോ, ഓൺലി ദ നിയറസ്റ്റ് ഓർ ഡയറക്റ്റ് കോസ് ഓഫ് ദ ലോസ് ഈസ് കൺസിഡേർഡ് ഫോർ എ ക്ലെയിം. അതാണ് നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുത്തത്, ആ ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് വേണ്ടത്, നമ്മൾക്ക് അല്ല ആ ഒരു നാശനഷ്ടം ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പോൾ തീപിടുത്തത്തിന് ഫയർ ഇൻഷുറൻസ് എടുത്താൽ ആ വണ്ടി ആരെയും കട്ടുണ്ടോയാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല. ഓക്കെ, നമുക്ക് എന്താവണം, അത് തീപിടുത്തം തന്നെയായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫയർ ഇൻഷുറൻസ് വെച്ചെടുത്ത് വണ്ടി ആക്സിഡന്റ് ആയി, ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല അല്ലെ. ആക്സിഡന്റ് ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ആക്സിഡന്റ് ഇൻഷുറൻസ് തന്നെ എടുക്കണം. സെറ്റ്. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ അതാണ് എന്തെന്ന്, കോസ പ്രോക്സിമ, ഡയറക്റ്റ് കോസ്. റെഡി. ദെൻ ആറാമത്തെ എന്താ, കോൺട്രിബ്യൂഷൻ. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ, ഇഫ് ദ സെയിം പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ് വിത്ത് മൾട്ടിപ്പിൾ ഇൻഷുറൻസ്. ഇത് പലരും വിചാരിക്കുന്നതായിട്ടാ, രണ്ടൂന്ന് ഇൻഷുറൻസ് എടുത്ത് വെച്ചാലോ അവിടെ നിന്നും കിട്ടും ഇവിടെ നിന്നും കിട്ടൂലേ എന്നല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ദ ഇൻഷുർഡ് ക്ലെയിം ഓൺലി അപ് ടു ദ ആക്ച്വൽ ലോസ്. പക്ഷെ എന്താണ്, നാശനഷ്ടം എത്രയാണ് അത് മാത്രമേ നമുക്ക് കിട്ടൂ. അത് സാറിപ്പോൾ ഒരു വണ്ടിക്ക് ഫയർ ഇൻഷുറൻസ് എടുത്തു, അതിന് നാശനഷ്ടം ഫുൾ ഒന്ന് വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ എത്രയാ, ഒരു 30,000 വിചാരിക്കാം. അപ്പോൾ സാറ് 2 സ്ഥലത്ത് എന്ത് ചെയ്തു, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഒരു എ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ, ബി എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻഷുറൻസ് എടുത്തു. പക്ഷേ ഈ 2 കമ്പനിയും കൂടെ സാറിന് തരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയായിരിക്കും? അത് 20,000 തന്നെയോ 30 സാർ പറഞ്ഞ 30 തന്നെയായിരിക്കും. ഓക്കെ, അതായത് കൂടുതൽ 2 വന്നാൽ 30 വെച്ച് കിട്ടൂല, 2 കൂടെ കൂട്ടി 30 സാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ആക്ച്വൽ ലോസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. സെറ്റ്. ദെൻ ലാസ്റ്റ് നമ്മൾ മിറ്റിഗേഷൻ ഓഫ് ലോസ്. എന്താണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞ? എന്താണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞ? എന്താ മക്കളെ പറഞ്ഞേ, എന്താ മിറ്റിഗേഷൻ ഓഫ് ലോസ്? മിറ്റിഗേഷൻ കുറയ്ക്കുക അല്ലെ, കുറയ്ക്കുക. നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് തീപിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണോ? കത്തട്ടെ ഞാൻ ഇൻഷുറൻസ് എടുത്തി, എന്റെ വണ്ടിക്ക് തീപിടിച്ചേ, എന്റെ വീട്ടിൽ തീപിടിച്ചേ, നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. ആ ഒരു കോസ് സംഭവിക്കുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നാശനഷ്ടം കുറയ്ക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
റെഡി? തീപിടിക്കുമ്പോൾ ആ ഇൻഷുറൻസ് എത്തിക്കല്ലേ, ആ സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പാടില്ല. അത് നമ്മൾ എന്താക്കണം, മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യണം. കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തിരിക്കണം. സെറ്റ് അല്ലേ? റെഡി? അതായത് ദ ഇൻഷുർഡ് മസ്റ്റ് ടേക്ക് ഓൾ പോസിബിൾ സ്റ്റെപ്പ് ടു റിഡ്യൂസ് ദ ലോസ് ഓർ ഡാമേജ് ഈവൻ ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് ഇൻഷുർഡ്. ഓക്കെ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ലോസ് കുറയ്ക്കാൻ നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് നമ്മുടെ ഇൻഷുറൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ബാങ്കിങ് ഓക്കെ, ഇൻഷുറൻസും കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. റെഡി അല്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ. ദെൻ അടുത്ത ഐറ്റം, യെസ്, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിന്റെ ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് ഇൻഷുറൻസിന്റെ ടൈപ്സ് എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ഒന്നാമത്തെ ടൈപ്സ് ഓർത്ത് വെച്ചോളൂ, ലൈഫ് ഇൻഷുറൻസ്. സെറ്റ്? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്താക്കാം, അതിലേക്ക് പോവാം. ആദ്യത്തത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, ദെൻ അതർ ഇൻഷുറൻസ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം, ഓരോന്നും പഠിക്കണം. ഒന്നാമത്തത് ലൈഫ് ഇൻഷുറൻസ് ആണ്. അറിയാലോ എന്താ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത്? എന്താ ലൈഫ് ഇൻഷുറൻസ്? അല്ലേ, നമ്മൾ ലൈഫിലല്ലേ, നമ്മളെ ജീവൻ പോളിസിയാണ്. ശ്രദ്ധിച്ചോ, ലൈഫ് ഇൻഷുറൻസ് ഇസ് എ കോൺട്രാക്ട് where the insurance company agreed to pay a fixed amount to the insured or their family either on death or after a set period in return for regular payment called premium. അല്ലെ, ഒരു വ്യക്തി മരിക്കുന്നതിന്, ഓക്കെ, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ എന്താണ്, അയാളുടെ ഫാമിലിക്ക് ഒരു എമൗണ്ട് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു സേവിങ്സ് എന്നുള്ള രീതിയിൽ ഒക്കെ ചെയ്യുന്നതാണ് എന്തെന്ന് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു പേയ്മെന്റ്, എന്താണ്, ഒരു പ്രീമിയം അടച്ചുകൊണ്ട്. അല്ലെ, ഇപ്പോൾ ഡെത്ത് അല്ലെങ്കിൽ എന്താണ്, ഡെത്ത് ബേസിൽ എടുക്കാം, അല്ലാണ്ട് എന്താ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താ, അല്ലെങ്കിൽ ഇത്ര കാലാവധി എൻഡോമെന്റ് പോളിസി ഉണ്ട്, ഇത്ര വർഷത്തേക്ക്, ആ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഒരു നോമിനിക്ക് കിട്ടട്ടെ, എമൗണ്ട് എൻ്റെ നോമിനിക്ക് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന, ഓക്കെ, നമ്മുടെ ലൈഫിൻ്റെ ബേസിൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് ആണ് എന്തെന്ന് പറയാം, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓക്കെ, ഇൻ റിട്ടേൺ for regular payment called premium. It is a contract of assurance, not indemnity. കണ്ടല്ലോ, ആ ഒരു അഷുറൻസിന്റെ കോൺട്രാക്ട് ആണ്, അല്ലാതെ എന്തല്ല, നഷ്ടം നികത്തുന്ന ഇൻഡംനിറ്റിയുടെ കോൺട്രാക്ട് അല്ല ഏത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ. ഓക്കെ, പുറത്ത് വയ്ക്കാം. ഓക്കെ, ഒരിക്കലും എന്താണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നഷ്ടം നികത്തി കിട്ടുകയല്ല. അല്ലേ, ജസ്റ്റ് എന്താ, ഒരു അഷ്യൂർഡ് ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അല്ലെ, യെസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ദ റിട്ടേൺ അഗ്രിമെന്റ് ഈസ് കോൾഡ് എ പോളിസി ഇഷ്യൂഡ് ആഫ്റ്റർ ദ കമ്പനി ആക്സെപ്റ്റ് ദ പ്രൊപ്പോസൽ ആൻഡ് പ്രീമിയം. ഓക്കെ, ലാസ്റ്റ് എന്താണ്, ആ ഒരു പ്രൊപ്പോസൽസ് അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു അഗ്രിമെന്റ് എന്ത് പറയാം, ലൈഫ് പോളിസി എന്ന് പറയാം. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓർത്ത് വയ്ക്കാം. റെഡി? യെസ്. ദെൻ ലൈഫ് ഇൻഷുറൻസിൽ തന്നെ നമുക്ക് എന്താ കുറച്ച് ടൈപ്പുകൾ പഠിക്കാനുണ്ട്. വോൾ ലൈഫ് പോളിസി ഉണ്ട്, എൻഡോമെന്റ് പോളിസി ഉണ്ട്, ജോയിന്റ് ലൈഫ് ഉണ്ട്, ആനിറ്റി ഉണ്ട്, ആൻഡ് ചിൽഡ്രൻ എൻഡോമെന്റ് പോളിസി ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. വോൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനുള്ള പോളിസിയാണ്. അതായത് ഒരു വ്യക്തി എന്താ, കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ്. അതായത് അയാൾ എന്താണ്, ലൈഫ് ലോങ് അയാൾ മരിക്കുന്നത് വരെ അയാൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് പോളിസിയാണിത് ഹോൾ ലൈഫ് പോളിസി എന്ന് പറയാം. ഓർത്ത് വെക്കുക. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ എൻഡോമെന്റ് പോളിസി എന്തായിരിക്കും? എൻഡോമെന്റ്, ആ പേരുണ്ടല്ലോ, എൻഡോമെന്റ് ആണ് അല്ലെ, ഒരു നിശ്ചിത കാലാവധി. ഓക്കെ, ഒരു 10 വർഷത്തേക്ക്, ഒരു 5 വർഷത്തേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോളിസി എടുക്കുക. ആ ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു പോളിസി എടുക്കുന്ന വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ നോമിനിക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് എന്ത് കിട്ടും, ആ ഒരു ഫണ്ട് കിട്ടും. ഇനിയിപ്പോൾ അയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു വർഷം ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ആ ഒരു പീരീഡ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താക്കുന്നു, ഫണ്ട് തിരിച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരുന്ന ടൈപ്പ് പോളിസിയാണ് നമ്മൾ എന്ത് പറയാം, എൻഡോമെന്റ് പോളിസി എന്ന് പറയാം. റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിയതാ
ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ട്. എന്തായിരിക്കും? ഈ കപ്പിൾസ് ഒക്കെ ഒരുമിച്ച് എടുക്കുന്ന അല്ലെ, ഒരു ഫാമിലിയിൽ യെസ് ഒരു ഭാര്യ ഭർത്താവൊക്കെ എന്താക്കുന്നു ഒരുമിച്ച് എടുക്കുന്ന പോളിസിയാണ് നമ്മൾ എന്ത് പറയാ? യെസ് ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ എന്താ ഒരു പാർട്ട്ണർ മരിച്ചു പോയാൽ അയാളുടെ പാർട്ട്ണർക്ക് എന്താണ് ആ ഒരു എമൗണ്ട് കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് യെസ് ചെയ്യുന്ന ടൈപ്പ് പോളിസിയാണ്. ഓക്കെ, ഇതിനടുത്ത് നോക്കിയതാ ആനുറ്റി പോളിസി. ഈ റിട്ടയർ ഒക്കെ ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്ന പോളിസിയാണ്. അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ജോലി റിട്ടയർ ആകുമ്പോൾ അതിന് കിട്ടുന്ന എമൗണ്ട് ഒക്കെ എന്താണ്? യെസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു മാസാമാസം യെസ് ഒരു റിട്ടേൺ എന്നുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ടൈപ്പ് യെസ് പോളിസിയാണത് ആനുറ്റി പോളിസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ലാസ്റ്റത്തത് ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി. ഓക്കെ, കുട്ടികളുടെ പേരിൽ എടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഭാവിയിൽ കല്യാണം. ഓക്കെ, ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളുടെ പേരിൽ എടുക്കുന്ന ടൈപ്പ് യെസ് എന്തെന്നാ പോളിസിയാണെന്ന് പറയാ ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസിന്റെ കുറച്ച് ടൈപ്പുകൾ ഉണ്ട്, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ എന്ത് കഴിഞ്ഞു? ലൈഫ് ഇൻഷുറൻസ് കഴിഞ്ഞു. അതിനുശേഷം ഇനി നമുക്ക് നോക്കേണ്ടത് ഫയർ ഇൻഷുറൻസ് ആണ്. എന്താണ് ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ? തീപിടുത്തത്തിനെതിരായിട്ട് നമ്മൾ എടുക്കുന്നു അല്ലെ? ഫയർ ഇൻഷുറൻസ് is a 1-year contract where the insured pays a damage caused by accidental fire. The policy must be renewed yearly. Okay, yearly നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ട ഐറ്റമാണ് ഇത് നമ്മുടെ ഫയർ ഇൻഷുറൻസ് അല്ലെ. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി തീപിടുത്തത്തിൽ നശിച്ചു പോയാൽ അതിൽ നമുക്ക് ഉണ്ടാകുന്ന നാശനഷ്ടം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈപ്പ് ഇൻഷുറൻസ് ആണിത് ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അവിടെ എന്താണ്? ഒരു ആക്ച്വൽ ലോസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് നോൺ ഇന്റൻഷണൽ ആയിരിക്കണം. ഓക്കെ, എന്താണ് ആക്സിഡന്റ് ആയിട്ട് സംഭവിക്കണമായിരിക്കണം. അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ എന്താണ് സാധനം തീയിട്ടിട്ട് നമ്മളത് ഇൻഷുറൻസിന് കൊടുക്കാൻ പാടില്ല. റെഡി യെസ്. അങ്ങനെയെങ്കിൽ നമ്മളെ അടുത്ത ഇൻഷുറൻസ് ആണ് ഇത് മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് മറൈൻ ഇൻഷുറൻസ്? എന്ന് പറഞ്ഞാൽ മറൈൻ ഇൻഷുറൻസ്. വാട്ട് ഈസ് മറൈൻ ഇൻഷുറൻസ്? എന്താണ് മറൈൻ ഇൻഷുറൻസ്? കപ്പൽ അല്ലെ, കപ്പൽ ഷിപ്പ് ബേസ്ഡ് ആണ് അല്ലെ. മറൈൻ ഇൻഷുറൻസ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ദ ലോസ് ഓർ ഡാമേജ് ഓഫ് ഷിപ്പ്, cargo and freight caused by sea risk, collision, fire, piracy or enemy attack. അല്ലെ, നമ്മളെന്താണ് യെസ് ഇങ്ങനെ കപ്പലിൽ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ യെസ് അതിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അല്ലെ, കൊള്ളക്കാർ വന്ന് അടിച്ചുകൊണ്ട് പോകുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ, കപ്പൽ മുങ്ങിപ്പോവുക, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ എന്താണ് അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇല്ലാതിരിക്കാൻ ഷിപ്പ് ബേസിൽ നമ്മൾ എടുക്കുന്ന യെസ് എന്താണ് മക്കളെ ഇൻഷുറൻസ് നമ്മൾ എന്ത് പറയാം? മറൈൻ ഇൻഷുറൻസ് എന്ന് പറയും. ഓക്കെ, സെറ്റ്. The insurance called underwriter promise to compensate the insured such losses. The insured pay a premium for the protection. It cover 3 main things: ship, cargo and freight. അപ്പോൾ ഇതിലൂടെ മെറൈൻ ഇൻഷുറൻസിലൂടെ നമുക്ക് ഈ 3 ഇൻഷുറുകളാണ് എടുക്കാൻ പറ്റുക. കാർഗോ ഇൻഷുറൻസ്, ഷിപ്പ് അല്ലെങ്കിൽ ഹൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ യെസ് ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഈ 3 ഇൻഷുറൻസ് ആണ് ഒരു മെറൈൻ ഇൻഷുറൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? അതായത് ഒന്നാമത്തത് ഷിപ്പ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹള്ള്. കപ്പലിനെതിരെ ഒരു കപ്പൽ യെസ് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് തകർന്ന് ടൈറ്റാനിക് പോലെ ഒന്നും തകർന്ന് നാശനഷ്ടമില്ലാതിരിക്കാൻ കപ്പലിന് വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് അതാണ് ഷിപ്പ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹൾ ഇൻഷുറൻസ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് ഉണ്ട് കാർഗോ ഇൻഷുറൻസ്. എന്താ കാർഗോ? നമുക്കറിയാം ഷിപ്പിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഓക്കെ, ഈ അടുത്ത് കണ്ടില്ലായിരുന്നു നമുക്ക് മക്കള് ഷിപ്പുകൾ വീഴിച്ച് കണ്ടെയ്നേഴ്സ് ഒക്കെ നമ്മുടെ കടലിൽ ഇങ്ങനെ ഒഴുകി നടന്നതും ഒരേ കരയിലൊക്കെ വന്ന് അടിഞ്ഞതൊക്കെ കണ്ടില്ലേ? സോ അത്തരത്തിൽ കൊണ്ടുപോകുന്ന ഐറ്റം കാർഗോയ്ക്ക് അതിനെന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ എന്ത് പറയാം? കാർഗോ ഇൻഷുറൻസ് എന്ന് പറയാം. റെഡി? ദെൻ ലാസ്റ്റ് ഉണ്ട് ഫ്രൈറ്റ് ഇൻഷുറൻസ്. ഫ്ലൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടത്തുകൂലി അല്ലെങ്കിൽ എന്താ അതൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ് അല്ലേ. അപ്പം ഇതുപോലെ പോകുന്ന വഴിക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല അല്ലെ. ആ ഒരു കപ്പൽ കമ്പനിക്കൊന്നും കിട്ടേണ്ട എമൗണ്ടുകളൊന്നും കിട്ടണമെന്നില്ല. സോ അങ്ങനെ ഒരു നാശനഷ്ടം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷന്റെ ചെലവ് അത് നികത്തി കിട്ടാൻ വേണ്ടി കപ്പലൊക്കെ അല്ലെങ്കിൽ കപ്പൽ കമ്പനീസൊക്കെ ഷിപ്പിന്റെ കമ്പനീസൊക്കെ എടുക്കുന്ന ടൈപ്പ് ഇൻഷുറൻസ് നമ്മൾ എന്ത് പറയാം? ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയാം. ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓക്കെ,
സെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം ഇൻഷുറൻസിന്റെ കേസിൽ. റെഡി? ആദ്യം ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇൻഷുറൻസിന്റെ നമ്മൾ എന്താണ് ഫങ്ഷൻസ് പഠിച്ചു. ഓക്കെ, സോറി, പ്രിൻസിപ്പിൾസ്. ഫങ്ഷൻസ് അല്ല, പ്രിൻസിപ്പിൾസ് പഠിച്ചു. അതിനുശേഷം ഇൻഷുറൻസിന്റെ ടൈപ്പ്, ലൈഫ് ഇൻഷുറൻസ്, എന്താ ഫയർ ഇൻഷുറൻസ്, ദെൻ ലാസ്റ്റ് മറൈൻ ഇൻഷുറൻസും പഠിച്ചു. ഓർത്ത് വയ്ക്കുക. റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ഇൻഷുറൻസിലേക്ക് പോട്ടെ. അടുത്ത സർവീസിലേക്ക് പോട്ടെ. ബാങ്കിങ് നമ്മൾ പഠിച്ചു, ദെൻ ഇൻഷുറൻസ് നമ്മൾ പഠിച്ചു, ദെൻ നമ്മുടെ അടുത്ത സർവീസ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ. എന്താണ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ? സിമ്പിളായിട്ട് പഠിപ്പിച്ചാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്തരണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ അല്ലേ? ബിസിനസ് സർവീസുകളിൽ മൂന്നാമത്തെ സർവീസാണ് ഇത് കമ്മ്യൂണിക്കേഷൻ സർവീസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ബിസിനസ്സുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? നോക്കിയോ, കമ്മ്യൂണിക്കേഷൻ സർവീസ് ഹെൽപ്പ് ദ ബിസിനസ് ടു സ്റ്റേ കണക്ട് വിത്ത് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതേഴ്സ്. ഉണ്ടല്ലോ, സപ്ലയേഴ്സുമായിട്ട്, കൺസ്യൂമേഴ്സുമായിട്ട്. യെസ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെ ഉണ്ടാവും? ദ ബിസിനസ് നീഡ്സ് ഫാസ്റ്റ്, അക്യുറേറ്റ് ആൻഡ് റിലയബിൾ വേ ടു ഷെയർ ഇൻഫർമേഷൻ. മോഡേൺ ടെക്നോളജി എസ്പെഷ്യലി ഇലക്ട്രോണിക് മീഡിയ പ്ലേസ് എ ബിഗ് റോൾ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് അല്ലെ? ഇപ്പൊ എന്താണ് ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? അപ്പം രണ്ട് ടൈപ്പാണ് യെസ് എന്താ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത് പോസ്റ്റൽ സർവീസും ദെൻ ടെലികോം സർവീസുകളും. ഓക്കെ, പോസ്റ്റൽ സർവീസുകളും ടെലികോം സർവീസുകളും, ഈ രണ്ട് സർവീസുകളാണ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ. റെഡി? അപ്പോൾ ഒന്നാമത്തെ നമുക്ക് എന്താ പോസ്റ്റൽ സർവീസ് പഠിക്കണം. എന്താണ് പോസ്റ്റൽ സർവീസ്? യെസ്, ഇന്ന് ലോക തപാൽ ദിനമാണ്. അറിയോ? ഇന്ന് ലോക തപാൽ ദിനാണ്, പോസ്റ്റൽ ഡേ ആണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് പോസ്റ്റൽ സർവീസിനെ കുറിച്ച് തന്നെ പഠിക്കാം. സെറ്റ്. ഇതാ ഇൻ ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് പോസ്റ്റൽ സർവീസ് അക്രോസ് ഇന്ത്യ. ദ കൺട്രി ഡിവൈഡ് 23 പോസ്റ്റൽ സർക്കിൾസ്. ഉണ്ടല്ലോ, ഇന്ത്യയിൽ 23 പോസ്റ്റൽ സർക്കിളുകളുണ്ട്. അതായത് ഓരോ ഏരിയാസ് വൈസ് അല്ലെങ്കിൽ എന്താണ് ഓരോ സ്റ്റേറ്റ് വൈസ് നമുക്ക് എന്താണ് 23ഓളം. ഓക്കെ, ആ ഓരോ സർക്കിളുകളുമാണ് എന്തെന്ന് അതിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കംപ്ലീറ്റ് എന്താ പോസ്റ്റൽ സർവീസുകൾ നോക്കുക. ഓക്കെ, ദീസ് സർക്കിൾസ് ഹാൻഡിൽ ഡെയിലി വർക്ക് ത്രൂ റീജിയണൽ ആൻഡ് ഡിവിഷണൽ ഓഫീസ്. ദ വാരിയസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആർ ബ്രോഡ്ലി കാറ്റഗറൈസ് ഇൻ ടു ഫിനാൻഷ്യൽ ആൻഡ് മെയിൽ ഫെസിലിറ്റീസ് എന്നാണ്. തപാൽ വഴി. ഓക്കെ, നിങ്ങൾക്കറിയാലോ പോസ്റ്റൽ സർവീസുകൾ നമ്മൾ സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ലേ അല്ലേ? പോസ്റ്റ് ഓഫീസ് ത്രൂ മക്കൾ കേട്ടിട്ടില്ലേ? സോ പോസ്റ്റ് ഓഫീസ് ത്രൂ ഉള്ള സർവീസുകളെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. എങ്ങനെ? ഫിനാൻഷ്യൽ ഫെസിലിറ്റികളെന്നും അതുപോലെ തന്നെ മെയിൽ ഫെസിലിറ്റികളെന്നും. റെഡി? അപ്പോൾ ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഫെസിലിറ്റികളുണ്ട്. എന്താണ് ഫിനാൻഷ്യൽ ഫെസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് പോസ്റ്റ് ഓഫീസ് ത്രൂ എന്തുണ്ട്? ഒരുപാട് ഫിനാൻഷ്യൽ സർവീസുകൾ ഉണ്ട്. എക്സാമ്പിൾ ദാ ദീസ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം ലൈക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, then കിസാൻ വികാസ് പത്ര ആൻഡ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ അഡീഷണൽ നോർമൽ റീറ്റെയിൽ ബാങ്കിങ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമുക്കെന്താ പോസ്റ്റ് ഓഫീസ് ത്രൂ ഇതുപോലെ ഒരുപാട് ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പം എന്താ നമുക്ക് പോസ്റ്റ് ഓഫീസ് എന്ത് ചെയ്യാന്നറിയോ? അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം, ബാങ്ക് പോലെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലുള്ളതാ PPF, കിസാൻ വികാസ് പത്ര, പിന്നെ അതുപോലെ തന്നെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഇങ്ങനത്തെ എന്താണ് ഫിനാൻഷ്യൽ സർവീസുകൾ നമുക്ക് ആര് തരുന്നുണ്ട്? നമ്മുടെ പോസ്റ്റൽ അല്ലെങ്കിൽ തപാൽ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇത് മെയിൽ ഫെസിലിറ്റീസ്. അത് നിങ്ങൾക്ക് അറിയാലോ, മെയിലാണ് അല്ലേ? മെയിൽ. സാർ ഞാൻ ലേറ്റ് ആയോ? ക്ലാസ് തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടല്ലോ. ലേറ്റ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. മെയിൽ ഫെസിലിറ്റി എന്താണ്? മെയിൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞതാ മെയിൽ സർവീസ് കൺസിസ്റ്റ് ഓഫ് പാർസൽ ഫെസിലിറ്റീസ്, ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് ആർട്ടിക്കിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ്. റെഡി? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
ഓക്കെ സർവീസ്. ഓക്കെ മെയിൽ ഫെസിലിറ്റീസ് ആണ്. റെഡി. അപ്പോൾ ആ മെയിൽ ഫെസിലിറ്റീസ് ആണ് നമുക്ക് എന്തുണ്ട്, ഗ്രീറ്റിംഗ് പോസ്റ്റ് ഉണ്ട്, മീഡിയ പോസ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് പോസ്റ്റ് ഉണ്ട്, ഇന്റർനാഷണൽ മണി ഉണ്ട്, അതുപോലെ പാസ്പോർട്ട് സർവീസുകളുണ്ട്. ഓക്കെ ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ കാർഡുകളൊക്കെ അയക്കുക, അല്ലെ ഗ്രീറ്റിംഗ്. ഈ ബിസിനസ്സുകളൊക്കെ അവരുടെ എന്താണ് അത്രയ്ക്കും അടുത്തുള്ള അല്ലെങ്കിൽ വലിയ വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന അത്തരത്തിലുള്ള ആരുമായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഇതുപോലുള്ള കാർഡുകളും കാര്യങ്ങളൊക്കെ അടയ്ക്കും. ചില വിഷുകളൊക്കെ അയച്ചുകൊണ്ടുള്ള കാർഡുകളൊക്കെ. ഓക്കെ പിന്നുണ്ട് മീഡിയ പോസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പോസ്റ്റ് കാർഡുകൾ, എൻവലപ്പ്, അതുപോലെ ടെലിഗ്രാം ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ്. ഓക്കെ അഡ്വർടൈസ്മെന്റ്. ഇപ്പം നമുക്ക് എന്താണ് ഈ ബാങ്കിൽ നിന്നൊക്കെ ചിലപ്പം ചില ബാങ്കുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോസ്റ്റൽ ത്രൂ അയക്കും. നിങ്ങൾക്ക് എന്താണ് ഫ്രീ ഇത്ര അല്ലെങ്കിൽ എന്താണ് ഇത്ര ഹോം ലോൺ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെഹിക്കിൾ ലോൺ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. സോ അത്തരത്തിലുള്ള എന്താണ് പോസ്റ്റൽ ത്രൂ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പാണ് എന്തെന്ന് മീഡിയ പോസ്റ്റ് എന്ന് പറയാം. ദെൻ ലാസ്റ്റ് ഡയറക്റ്റ് പോസ്റ്റ്, അഡ്വർടൈസിങ് ത്രൂ അഡ്രസ് അൺഅഡ്രസ് മെയിൽ. ഓക്കെ എന്താണ് നമുക്കിപ്പോൾ ഡയറക്റ്റ് അഡ്രസ് ഉള്ള അവർക്ക്, അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വീട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വീട് എന്ന് പറയുന്ന രീതിയിൽ അഡ്രസ്സ്, അല്ലെങ്കിൽ കമ്പനി, അത്തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ഇതുപോലെ എന്നാ അഡ്വർടൈസ്മെന്റ് തന്നെ. അഡ്വർടൈസ്മെന്റ് ത്രൂ അഡ്രസ് ആണ്. അഡ്രസ് ത്രൂ നമ്മൾ എന്താക്കുന്നു, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു. ഇപ്പൊ എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ ബിസിനസ് ഒക്കെ കേസ് ആണെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നു, സാറേ അല്ല പിന്നെ ഓക്കെ. അപ്പൊ അഡ്വർടൈസ്മെന്റ് അല്ലെ, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് ഡയറക്റ്റ് നമ്മൾ എന്താ കമ്പനി വൈസ് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നു. ഓക്കെ അപ്പൊ അതാണ് ഡയറക്റ്റ് പോസ്റ്റ്. പിന്നെ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് സർവീസുകളുണ്ട്. ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, മണി നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലൂടെ പറ്റും. പോസ്റ്റ് ഓഫീസ് ത്രൂ സഹായിക്കാറുണ്ട്, പക്ഷെ ഇപ്പം നമ്മൾ അത് ചെയ്യാറില്ല, പക്ഷെ പണ്ടൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ പാസ്പോർട്ട് സർവീസുകൾ. ഓക്കെ പണ്ട് പാസ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചുകൊണ്ടിരുന്നതും എല്ലാം ഏതിലൂടെയായിരുന്നു, പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരുന്നു. റെഡി. അപ്പം ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ ആര് നമുക്ക് നൽകുന്നുണ്ട്, നമ്മുടെ പോസ്റ്റൽ സർവീസ്, അതായത് കമ്മ്യൂണിക്കേഷൻ സർവീസിലുള്ള ആദ്യത്തെ ആള് പോസ്റ്റൽ സർവീസ് നമുക്ക് തരുന്നുണ്ട്. റെഡി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇയാളെയാണ്. ആരാ, ടെലികോം സർവീസിന്. ഓക്കെ ടെലികോം സർവീസുകൾ. എന്താണ് ടെലികോം സർവീസുകൾ? നിങ്ങൾക്ക് ആ ടേം തന്നെ കിട്ടല്ലോ, ടെലികോം. എന്താ ടെലികോം സർവീസ് റെഫർ ടു സർവീസ് ദാറ്റ് അലോ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ത്രൂ ടെക്നോളജി ലൈക്ക് ഫോൺ, ഇന്റർനെറ്റ് ആൻഡ് ടെലിവിഷൻ. ഉണ്ടല്ലോ, ഫോണിലൂടെ, ഇന്റർനെറ്റിലൂടെ, ടെലിവിഷനിലൂടെ ഒക്കെ നമുക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സഹായിക്കുന്നതിന് നമ്മൾ എന്ത് പറയാം, ടെലികോം സർവീസുകൾ എന്ന് പറയാം. ഓക്കെ അവിടെ തന്നെ ടെലിഫോൺ സർവീസുകൾ, ലാൻഡ് ലൈൻ, ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടെലികോം സർവീസുകളിൽ തന്നെ നമുക്ക് എന്താക്കാം, കുറച്ച് ടൈപ്പുകൾ പഠിക്കാം. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെല്ലുലാർ മൊബൈൽ സർവീസ് ആണ്. സെല്ലുലാർ മൊബൈൽ സർവീസ് അറിയാലോ, ഫോണ് അത്ര തന്നെ. ഫോണ് 2G 3G 4G 5G കേട്ടിട്ടില്ലേ? ഇത് തന്നെയാണ് എന്തെന്ന് സെല്ലുലാർ മൊബൈൽ സർവീസ് എന്ന് പറഞ്ഞ. ഓക്കെ ദീസ് ആർ ഇൻക്ലൂഡ് ഓൾ മൊബൈൽ ടെലികോം സർവീസ് ലൈക്ക് വോയിസ് കോൾ, മെസ്സേജ്, ഡാറ്റ ആൻഡ് PCO. ഓക്കെ PCO എന്താണ്, പബ്ലിക് കോൾ ഓഫീസാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കാണാറില്ല അല്ലെ. STD IST ഒക്കെ കോൾ ചെയ്യാൻ, STD IST ഒക്കെ കോൾ ചെയ്യാൻ നമുക്ക് എന്തുണ്ടാവും, ബൂത്തുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് PCO എന്ന് പറയാം കേട്ടോ, പബ്ലിക് കോൾ ഓഫീസാണ്. റെഡി. അപ്പൊ അത്തരത്തിലുള്ള ഫോൺ ത്രൂ നമ്മുടെ എന്തെന്ന് സർവീസുകൾ. ഇതിനടുത്ത് എന്താ, ഫിക്സ്ഡ് ലൈൻ സർവീസുകൾ. ലാൻഡ് ലൈൻ ഇപ്പൊ പലരുടെയും വീട്ടിലുണ്ടാവില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എന്താണ് ലാൻഡ് ലൈൻ ഫോൺ അല്ലെ. ഇത്തരത്തിലുള്ള ഫോൺ ഉണ്ടായിരുന്നില്ലേ, സാറ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ഓക്കെ ദീസ് വേർ ഇൻക്ലൂഡ് ദ ഓഫർ വോയിസ്, മെസ്സേജ് ആൻഡ് ഡാറ്റ ത്രൂ ഫിക്സ്ഡ് നെറ്റ്വർക്ക് മെയിൻലി യൂസിങ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. കണ്ടല്ലോ, ഒരു കേബിൾ ത്രൂ ആയിരിക്കും അല്ലെ. പണ്ടൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ടാവും. എന്തിനാ, ഫോണിന്റെ കണക്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ലൈൻ ഫോണിന്റെ കണക്ഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരത്തിൽ എന്താണ് ഒരു ഫൈബർ ഓപ്റ്റിക് കേബിൾ ത്രൂ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന എന്താണ് ഒരു ഫിക്സ്ഡ് ലൈൻ അല്ലെങ്കിൽ ലാൻഡ് ലൈൻ സർവീസുകൾ. ഓക്കെ സെറ്റ്. ഇതിനടുത്ത് എന്തുണ്ട്, കേബിൾ സർവീസുകളുണ്ട്. കേബിൾ സർവീസുകൾ, കേബിൾ TV മക്കൾ കേട്ടിട്ടില്ലേ,
ഓക്കെ, ഇതാ ഒരു കേബിൾ ത്രൂ ടു പ്രൊവൈഡ് വൺ വേ എന്റർടൈൻമെന്റ് സർവീസ് ലൈക്ക് TV within a licensed area. This feature two-way communication, voice and information through cable network may be similar to fixed line service. അല്ലെ, ഒരു ഫിക്സ്ഡ് ഏരിയയിൽ എന്താ ഒരു കേബിൾ ത്രൂ, ഓക്കെ, കേബിൾ ത്രൂ നമ്മൾ എന്തെന്ന് മെയിൻ ആയിട്ട് എന്താ ഒരു എന്റർടൈൻമെന്റ് സർവീസ്, അതായത് TV ഒക്കെ, ഓക്കെ, നിങ്ങൾക്കറിയാം ഏഷ്യാനെറ്റ്, പിന്നെ കേബിൾ കണക്ഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? യെസ്, അപ്പോൾ അത്തരത്തിലുള്ള കേബിൾ കണക്ഷൻ കൂടുതലായിട്ടും എന്റർടൈൻമെന്റ് TV ഒക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. ഫ്യൂച്ചറിൽ ഇതുപോലെ കേബിൾ ത്രൂ നമുക്ക് എന്താ വോയിസ് ഡാറ്റ കണക്ഷൻ ഒക്കെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ യെസ് കേബിൾ ത്രൂ നമുക്ക് എന്താ ഇന്റർനെറ്റ് എടുക്കാവും. ഇപ്പോൾ കേട്ടിട്ടില്ലേ മകള്? ഈ നമുക്കെന്താ ഒരേ സമയം TV-യും കിട്ടും, അതുപോലെ തന്നെ നെറ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് എന്തുണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ എന്താണ് കേബിൾ ത്രൂ ഉള്ള സർവീസുകൾ. റെഡി? പിന്നുണ്ട് വിസാറ്റ്. ഓക്കെ, വിസാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേം ഇതാണ്, വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ എന്നാണ് ഇതിന് പറയുക. ഓക്കെ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, വെരി സ്മോൾ അപ്പർച്ചർ ടെർമിനൽ, അതായത് ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ്, ഓക്കെ, സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, സാറ്റലൈറ്റ് ബേസ്ഡ് ആണ്, അതായത് ചില റിമോട്ട് ഏരിയാസിലൊക്കെ, അതായത് കേബിൾ കണക്ഷൻ ഒന്നും ഇല്ലാത്ത, കേബിൾ ത്രൂ കണക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താണ് വലിയ ടവറുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചില റൂറൽ ഏരിയാസിലൊക്കെ എന്താ സാറ്റലൈറ്റ് ത്രൂ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഇത്തരത്തിലുള്ള വിസാറ്റ് സർവീസുകൾ എന്ന് പറഞ്ഞാൽ. ഈ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ ഈ ഒരു എന്താ ഈ ഡിഷ് ആന്റിനയൊക്കെ അല്ലേ? യെസ്, അപ്പോൾ അത്തരത്തിലുള്ള ആന്റിനയ്ക്കൊക്കെ, ഡിഷ് ആന്റിനയ്ക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സയന്റിഫിക് നെയിമാണ്. ഓക്കെ, യെസ്, ഇത്തരത്തിലുള്ള സർവീസുകൾ, ഐ മീൻ എന്താണ് ഈ സാറ്റലൈറ്റ് സർവീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടേമാണ് ഈ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ. റെഡി? അപ്പോൾ അത്തരത്തിലുള്ള റൂറൽ ഏരിയസ് ശ്രദ്ധിച്ചോ, ദീസ് ആർ സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓഫറിംഗ് റിലയബിൾ സർവീസ് ഇൻ ബോത്ത് അർബൻ ആൻഡ് റിമോട്ട് ഏരിയ. ഉണ്ടല്ലോ, അർബൻ ആൻഡ് റിമോട്ട് ഏരിയാസിൽ അവിടെ എന്താ കൃത്യമായിട്ട് എന്താണ് ടവറുകളോ അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഏരിയയിലും കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇത് വിസാറ്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് സപ്പോസ്ഡ് ടു ബി ലൈക്ക് ബാങ്കിങ്, ഓൺലൈൻ ന്യൂസ്, മാർക്കറ്റിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചില ഉൾഗ്രാമങ്ങളിലൊക്കെ എന്തുണ്ടാവും, നിങ്ങൾ കാണാം ATM ഉണ്ടാവും ചില ബാങ്കിന്റെ, അല്ലെ? അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ബാങ്കിന്റെ ശാഖ മുതൽ ഇങ്ങനെ വരികയാണോ കേബിള്? അല്ല, അതൊക്കെ വർക്ക് ചെയ്യുന്ന ഇതിലൂടെയാ, ഇത്തരത്തിലുള്ള വിസാറ്റ് സർവീസിലൂടെയാണ്. അവിടെ ചെറിയ ഒരു സാറ്റലൈറ്റ് കണക്ഷൻ ഉണ്ടാവും, ആ ഒരു ബാങ്കും ആ ഒരു ATM-ഉം തമ്മിൽ ഉള്ള ഒരു കണക്ഷൻ. ഓക്കെ, സോ അത്തരത്തിലുള്ളതാണ് എന്തെന്ന് വിസാറ്റ് സർവീസ് എന്ന് പറഞ്ഞു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ലാസ്റ്റ് നമ്മൾ DTH അറിയാലോ, ഡയറക്റ്റ് ടു ഹോം, അല്ലെ? നമ്മൾ ഡിഷും അതുപോലെ തന്നെ സൺ ഡയറക്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. യെസ്, അത് തന്നെ ഡയറക്റ്റ് സാറ്റലൈറ്റ് ത്രൂ നമ്മൾ എന്താണ് വീട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ കാണുന്നു, അല്ലെ? ഒരുപാട് ചാനലുകളൊക്കെ കാണാറുണ്ട്. സെറ്റ്? റെഡി? അപ്പോൾ ഇതാണ് എന്തെന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സർവീസിൽ പഠിക്കാനുള്ള ഐറ്റംസ്. ഓക്കെ, ഇതാ കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്തെന്ന് പറഞ്ഞു. അതിലെ പോസ്റ്റൽ സർവീസും അതുപോലെ തന്നെ ടെലികോം സർവീസും, രണ്ടിലും ടൈപ്പുകളുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. റെഡി? പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ബിസിനസ് സർവീസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. ബിസിനസ് സർവീസിൽ ആദ്യം നമ്മൾ ബാങ്കിനെ കുറിച്ച് പഠിച്ചു, കൊമേഴ്ഷ്യൽ ബാങ്കിനെ പറ്റി പറഞ്ഞു, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. റെഡി? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ടൈപ്പും പറഞ്ഞു. റെഡി? അതിനുശേഷം നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, ഇൻഷുറൻസിൻ്റെയും ടൈപ്സ് പറഞ്ഞു. റെഡി? പിന്നെ നമ്മളതാ കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സർവീസിലും ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. സെറ്റല്ലേ? റെഡി? യെസ്, അങ്ങനെയെങ്കിൽ നമ്മളിതാ പോകുന്നു നമ്മുടെ അവസാനത്തെ പാർട്ടിലേക്ക് ഈ ചാപ്റ്ററിൻ്റെ. യെസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് നോക്കണം, അതുപോലെ തന്നെ വെയർ ഹൗസിങ്ങും നമുക്ക് പഠിക്കാനുണ്ട്. റെഡി? ഇവിടെ കഴിഞ്ഞു. സിമ്പിൾ. ഇതാ നോക്കിക്കോ, ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ, പ്രത്യേകിച്ച് നമ്മളൊന്നും പറയണ്ടല്ലോ. എന്താ ട്രാൻസ്പോർട്ടേഷൻ? ട്രാൻസ്പോർട്ടേഷൻ ഇൻക്ലൂഡ് മൂവിങ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബൈ റെയിൽ, റോഡ്, എയർ ആൻഡ് സീ. റെഡി? വായുവിലൂടെ, കരയിലൂടെ, വെള്ളത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെ? ട്രാൻസാക്ഷൻസ് നടത്തുന്നു, അല്ലെങ്കിൽ എന്ത് പറയുന്ന നമുക്ക് എന്താ സാധനങ്ങൾ, ഗുഡ്സ് മൂവ് ചെയ്യുന്നു. Okay, yes, along with the related support service, it is vital for business as it is ensured fast delivery and remove distance barriers by bringing goods from producers to customer. അല്ലെ, പ്രൊഡ്യൂസറും കസ്റ്റമറും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ബാരിയർ ഒക്കെ നമ്മൾ പരിഹരിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ്, അല്ലെ? പക്ഷേ ഇതിനൊക്കെ നമുക്ക് എന്താവശ്യമാണ്? യെസ്, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആവശ്യമാണ്.
അല്ലേ? നല്ല കരമാർഗം, നല്ല റോഡുകൾ വേണം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് നല്ല എന്ത് വേണം? യെസ്, നമ്മുടെ എന്താ പറയുക, ഷിപ്പിംഗ്, അതുപോലെ തന്നെ നല്ല 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 എന്താ തുറമുഖങ്ങളൊക്കെ വേണം നമുക്ക് അല്ലേ? യെസ്, എയർപോർട്ട് ഫെസിലിറ്റീസ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്താണ് ഒരുപാട് ഫെസിലിറ്റികൾ നമുക്ക് ഇതിനാവശ്യമുണ്ട്, ട്രാൻസ്പോർട്ടേഷന് ആവശ്യമുണ്ട്. ഓക്കെ, ഇതാ ഇന്ത്യ നീഡ് ബെറ്റർ റോഡ്, ഇംപ്രൂവ് പോർട്സ്. അതെ, യെസ്, പോർട്സ് ഉണ്ട്. എന്താ സ്ട്രോങ്ങർ infrastructure to meet economic needs. Poor transportation and storage cause major loss, especially in agriculture and food sector. ഓക്കെ, അഗ്രികൾച്ചറിൽ അതുപോലെ തന്നെ ഫുഡ് സെക്ടറിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആണ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് ഇല്ലാത്തത് അല്ലെ? അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ ഐറ്റംസ് ഒക്കെ എന്തായി പോകും? നശിച്ചു പോകാറുണ്ട്. റെഡി? യെസ്. പിന്നെ ലാസ്റ്റത്താണ് ഇത് വെയർ ഹൗസിങ്. എന്താ വെയർ ഹൗസിങ്? സ്റ്റോറേജ് ആണ് അല്ലെ? ഉദ്ദേശിക്കുന്നത് എന്താ? സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആണ്. നമുക്ക് സാധനങ്ങൾ എന്താ സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. റെഡി? സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റണം. റെഡി? ഇതാ നോക്കിയോ, വെയർ ഹൗസിങ് ഇസ് ദ സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഇൻ എ സേഫ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ടു മെയിൻറ്റെയിൻ ദർ ക്വാളിറ്റി ആൻഡ് വാല്യൂ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഉണ്ടാക്കുന്ന ഗുഡ്സ് അല്ലെ, നല്ല ക്വാളിറ്റിയിൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാൻ പറ്റണം, സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റണം. ഏർലിയർ വെയർ ഹൗസ് were simple storage space, but today they are modern logistics centers that help deliver and right goods at the right time and cost. ഓക്കെ, പണ്ടൊക്കെ ജസ്റ്റ് എന്താ സ്റ്റോറേജ് എന്നുള്ള രീതിയിലാണ്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്താണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നതൊക്കെ എന്താണ് മാറിയിട്ടുണ്ട് അല്ലെ? മാറ്റം വന്നിട്ടുണ്ട്. Ready? Yes, they used advanced tool like automated conveyance, then ക്രെയിനുകൾ, then warehouse management softwares ഒക്കെ ഉണ്ട് അല്ലെ? ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ എന്താണ് വെയർ ഹൗസ് ഒക്കെ മാറിയിട്ടുണ്ട്, പഴയതുപോലെയല്ല. റെഡി? യെസ്. അപ്പം വെയർ ഹൗസ് ആർ യൂസ്ഡ് ബൈ മാനുഫാക്ചേഴ്സ്, എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ആൻഡ് ദർ ബിസിനസ് ടു സപ്പോർട്ട് ട്രേഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഒരുപാട് പേര് ഇപ്പോൾ ബിസിനസ് ആയാലും കസ്റ്റമേഴ്സ് ആയാലും എന്താ ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മുടെ വെയർ ഹൗസിങ്ങും യൂസ് ചെയ്യാറുണ്ട്. സോ വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, അപ്പോൾ ബാങ്കിങ് നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസ് പറഞ്ഞു, റെഡി, കമ്മ്യൂണിക്കേഷൻ സർവീസ് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങും പറഞ്ഞു അല്ലേ? ഇത്രയാണ് എന്തെന്ന് നമുക്ക് ബിസിനസ് സർവീസുകളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. സെറ്റാണോ മക്കളെ? സെറ്റാണോ? ഈ കാര്യങ്ങൾ സെറ്റാണോ? ഈ കാര്യങ്ങൾ സെറ്റാണോ? യെസ്. അപ്പോൾ ഇത്രയാണ് ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ യെസ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒന്നും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വെയർ ഹൗസിങ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ യെസ് ലാസ്റ്റുള്ള കുറച്ച് ചെറിയൊരു കണ്ടന്റാണ്. യെസ്, അതിന് മുൻപുള്ളതൊക്കെ കുറച്ച് നന്നായിട്ട് വരുന്നതാണ്. അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവേണ്ട. ഓക്കെ, അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, അതിൻ്റെ ടൈപ്സ് കാര്യങ്ങൾ, ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതൊന്നും പഠിക്കാതെ നിങ്ങൾ പോവേണ്ട. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കുറച്ച് വലിയ ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. സോ നന്നായിട്ട് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? സെറ്റ്? റെഡി? അപ്പോൾ എല്ലാവരും കഥയിലും കാര്യങ്ങളൊക്കെയാണ്, ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. യെസ്, ടൈമുകൾ ഒക്കെ കുറവാണ്, ഉള്ള ടൈമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ കലോത്സവവും കാര്യങ്ങളൊക്കെയാണ് പലർക്കും. യെസ്, അപ്പോൾ അതൊക്കെ സെറ്റാക്കുക, അടിപൊളിയാക്കുക. യെസ്, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എന്താക്കണം? ക്രിസ്മസ് എക്സാമും അടിപൊളിയാക്കണം. അതിനുവേണ്ടി പഠിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.